Hi, welcome to our new topic, that is the pulse of our planet, biodiversity and conservation. What is biodiversity? Simply means diversity at a biological level. ഒരു ഇലയിൽ എർത്ത് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഡൈവേഴ്സിറ്റിക്കൽ ഫിഗർ കണ്ടിട്ട് അമേസിംഗ് ആകുമെന്നാണ് ഇൻട്രൊഡക്ഷൻ പറയുന്നത്. മോർ ദാൻ 20,000 സ്പീഷീസ് ആൻഡ്സ്, 28,000 ഫിഷസ്, 3 lakh ബീറ്റിൽസ്, നിയർലി 20,000 ഓർക്കിഡ്സ്, ഇതെല്ലാം കോമൺ മാൻ ഫൈൻഡ് ഔട്ട് ചെയ്തതെന്ന് ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്. ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടേമിന് പോപ്പുലറൈസ് ചെയ്തത് എഡ്വാർഡ് വിൽസൺ എന്ന് പറയുന്ന സോഷ്യോ ബയോളജിസ്റ്റ് ആണ്. ആക്ച്വലി ദ ടേം ബയോഡൈവേഴ്സിറ്റി വാസ് കോയിൻഡ് ബൈ W.G. റോസൻ, ബട്ട് ദ ടേം ഈസ് പോപ്പുലറൈസ്ഡ് ബൈ എഡ്വാർഡ് വിൽസൺ. അദ്ദേഹം ഡൈവേഴ്സിറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അതിനെ ജെനറ്റിക്കൽ ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആൻഡ് ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തു പോകുന്നുണ്ട്. ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, അതിലൂടെ നമുക്ക് ആ ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. എ മെഡിസിനൽ പ്ലാന്റ് റോൾഫിയ വൊമിറ്റോറിയ ഗ്രോയിങ് ഇൻ എ ഡിഫറെന്റ് ഹിമാലയ റേഞ്ച് ഷോ ജെനറ്റിക്കൽ വേരിയേഷൻ ഇൻ ടേം ഓഫ് പൊട്ടൻസി ഓഫ് റിസർപ്പിൻ. ദിസ് ഇൻഡിക്കേറ്റ്, നമുക്കറിയാം വാട്ട് ഈസ് ജെനറ്റിക്കൽ ഡൈവേഴ്സിറ്റി. ഒരു സ്പീഷീസ് കാണിക്കുന്ന ജനറ്റിക്കമായിട്ടുള്ള വേരിയേഷൻ, ജെനറ്റിക്കൽ വേരിയേഷൻ, ഒരു സ്പീഷീസിലെ ജെനറ്റിക്കൽ വേരിയേഷൻ ആണ് എന്താണ് ജെനറ്റിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് മീൻ ഡൈവേഴ്സിറ്റി അറ്റ് ജെനറ്റിക്കൽ ലെവൽ. ആ ജെനറ്റിക്കൽ ഡൈവേഴ്സിറ്റി എക്സാമ്പിളായിട്ട് ഇന്ത്യയിലെ ഹിമാലയ റേഞ്ചസിൽ കാണപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആയിട്ടുള്ള റോഫിയ വൊമിറ്റോറിയയെ പറയുന്നുണ്ട്. അതിൽ നിന്നും നമുക്ക് റെസർപ്പിൻ എന്ന് പറയുന്ന കെമിക്കൽ കിട്ടും. അത് ഹൈപ്പർ ടെൻഷൻ പേഷ്യൻസിൽ ബ്ലഡ് പ്രഷറിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഡിസിനൽ വാല്യൂ ഉള്ള കെമിക്കലാണ്. അത് ജെനറ്റിക്കൽ ഡൈവേഴ്സിറ്റിക്ക് എക്സാമ്പിളാണ്. സച്ച് ലൈക്ക് ഇന്ത്യയിൽ 50,000-ഓളം സ്ട്രൈൻ റൈസസും 1000-ഓളം മാംഗോസും ജെനറ്റിക്കലി ഡിഫറെൻ്റ് ആയിട്ട് കാണാൻ കഴിയുമെന്ന് ജെനറ്റിക്കൽ ഡൈവേഴ്സിറ്റിക്ക് എക്സാമ്പിളായിട്ട് NCERT എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? ഓഫ് കോഴ്സ് മെഡിസിനൽ പ്ലാന്റ് റോഫിയ വൊമിറ്റോറിയ ജെനറ്റിക്കൽ ഡൈവേഴ്സിറ്റിക്ക് എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആൻസർ എ ആണ്, ജെനറ്റിക്കൽ ഡൈവേഴ്സിറ്റി ആണ്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല. സോ അങ്ങനെയാണെങ്കിൽ നോക്കൂ, നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. If the species region of a western Ghats in case of amphibia is more than eastern Ghats, then which statement is correct? Actually, വെസ്റ്റേൺ ഗഡ്സും ഈസ്റ്റേൺ ഗഡ്സും തമ്മിലുള്ള ആംഫീബിയൻ സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സ്പീഷീസ് ഡൈവേഴ്സിറ്റിക്ക് ഉദാഹരണമായിട്ടാണ്. വെസ്റ്റേൺ ഗഡ്സ് ഈസ് ഗ്രേറ്റർ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ദാൻ ഈസ്റ്റേൺ ഗഡ്സ്. വെസ്റ്റേൺ ഗഡ്സിലെ ആംഫീബിയൻ സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റി ഹൈ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ആൻസർ എന്താ വരിക? പർട്ടിക്കുലർ സ്പീഷീസ് ഓഫ് ആംഫീബിയ. അങ്ങനെ ആ സ്റ്റേറ്റ്മെന്റിനകത്ത് പറഞ്ഞിട്ടില്ലല്ലോ, പർട്ടിക്കുലർ എന്ന ടേം യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ, എവരി സ്പീഷീസ് ഓഫ് ആംഫീബിയ അങ്ങനെയും പറഞ്ഞിട്ടില്ല. പിന്നെ ജെനറ്റിക്കൽ ഡൈവേഴ്സിറ്റി ഓഫ് ആംഫീബിയ എന്നൊരിക്കലും വരും ചെയ്യൂല. അങ്ങനെയാണെങ്കിൽ ആൻസർ 2 ആണ്. സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഓഫ് ആംഫീബിയ ഈസ് ഇൻ വെസ്റ്റേൺ ഗഡ്സ് ഈസ് ഹൈ. അതാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ആൻസർ 2. ദെൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കഴിഞ്ഞാൽ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ecological diversity. What is ecological diversity? Simply diversity at ecological level. ഇന്ത്യയിൽ ഹൈ ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി ഉണ്ട്. കാരണം ഇന്ത്യക്കകത്ത് ഇതുപോലെയുള്ള മാംഗ്രോവ്സ് ഉണ്ട്, കണ്ടൽക്കാടുകളുണ്ട്, അതുപോലെ സാക്ഗ്രോവ്സ് ഉണ്ട്, കാവുകളുണ്ട്, സച്ച് ലൈക്ക് റെയിൻ ഫോറസ്റ്റ് വരുന്നുണ്ട്, വെറ്റ്ലാൻഡുകൾ വരുന്നുണ്ട്, എസ്യൂറസ് അഴിമുഖങ്ങൾ വരുന്നുണ്ട്. ഇന്ത്യക്കകത്ത് ആൽപ്പിൻ മിഡോസ്, ഇതുപോലുള്ള മിഡോസുകൾ, ആൽപ്പിൻ മിഡോസുകൾ വരുന്നുണ്ട്. ഓക്കെ, കാശ്മീരിന്റെ റീജിയൻസിൽ, ഹിമാലയസിന്റെ റീജിയൻസിലൊക്കെ ഇത്തരത്തിൽ ആൽപ്പിൻ മിഡോസുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി ഹൈ ആണ് ദാൻ സ്കാൻഡിനേവിയൻ കൺട്രി ലൈക്ക് നോർവേ. സ്കാൻഡിനേവിയ ഈച്ച് റെപ്രസെൻറ്റഡ് നോർവേ, ഡാൻമാർക്ക്, സ്വീഡൻ. ഈ രാജ്യങ്ങളെയാണ് സ്കാൻഡിനേവിയ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ്. ആ സ്കാൻഡിനേവിയൻ കൺട്രി ലൈക്ക് നോർവേയേക്കാളും ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി ഹൈ ആണ് ഇന്ത്യയിൽ എന്നാണ് പറയുന്നത്. ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റിയുമായി കണക്ട് ചെയ്ത് വരുന്നതാണ് ആൽഫ ഡൈവേഴ്സിറ്റി, ബീറ്റ ഡൈവേഴ്സിറ്റി ആൻഡ് ഗാമ ഡൈവേഴ്സിറ്റി. ജസ്റ്റ് കൺസെപ്റ്റ്സ് അറിഞ്ഞിരിക്കുക, കാരണം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിരന്തരമായിട്ട് കാണും. വാട്ട് ഈസ് ആൽഫ ഡൈവേഴ്സിറ്റി? ഡൈവേഴ്സിറ്റി ഓഫ് എ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയിലെ, ഒരു ഹാബിറ്റാറ്റിലെ ഡൈവേഴ്സിറ്റിയാണ് ആൽഫ. അങ്ങനെയാണെങ്കിൽ ബിറ്റ്വീൻ കമ്മ്യൂണിറ്റീസ് ആണ് ബീറ്റ. ഇതൊരു ഹാബിറ്റ്, ഒരു കമ്മ്യൂണിറ്റി, ഇതൊരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഇവയ്ക്കിടയിലുള്ള ഡൈവേഴ്സിറ്റിയാണ് ബീറ്റ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓൾ ജിയോഗ്രാഫിക്കൽ റീജിയൻ, ഒരു ജിയോഗ്രാഫിക്കൽ റീജിയൻ മൊത്തത്തിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഗാമ ഡൈവേഴ്സിറ്റി എന്ന് വിളിക്കും. ജസ്റ്റ് അറിഞ്ഞിരിക്കാം.
സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അക്കോർഡിംഗ് ടു IUCN നമ്പർ ഓഫ് ഡിസ്ക്രൈബ്ഡ് സ്പീഷീസ് ഓൺ എർത്ത് ആർ. ഇത് പറയുന്നത് ഏത് സബ് ഹെഡിങ്ങിനകത്ത് ഹൗ മെനി സ്പീഷീസ് ദർ ഓൺ എർത്ത് ആൻഡ് ഹൗ മെനി സ്പീഷീസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന സബ് ഹെഡിങ്ങിനകത്താണ്. നമുക്ക് നിങ്ങൾ വേൾഡിൽ എത്ര സ്പീഷീസുകൾ ഉണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉത്തരം ആൻസർ പറയാൻ കഴിയില്ല. പക്ഷേ നമ്മൾ എത്ര സ്പീഷീസിനെ കണ്ടെത്തി എന്ന് ചോദിച്ചാൽ നമ്മൾ റെക്കോർഡ് ചെയ്ത കണക്ക് വെച്ച് നമുക്ക് പറയാൻ പറ്റും. വേൾഡിലെ ഇതുവരെ IUCN നാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ ആൻഡ് നാച്ചർ റിസോഴ്സിൻ്റെ 2004 കണക്ക് പ്രകാരം സ്ലൈറ്റ്ലി മോർ ദാൻ 1.5 മില്യൺ സ്പീഷീസ് ആണ് ഇതുവരെ കണ്ടെത്തി എന്ന് പറയുന്നത്. ഏറ്റവും അക്യുറസ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന വാല്യൂ IUCN സ്ലൈറ്റ്ലി മോർ ദാൻ 1.5 മില്യൺ സ്പീഷീസ് വേൾഡിൽ കണ്ടെത്തിയിട്ട് പറയുന്നു. പിന്നീട് വരുന്ന കണക്കുകൾ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ ഗസ്സുകളാണ്. എഡ്യൂക്കേഷണൽ ഗസ് എന്ന് പറയുന്ന സമയത്ത് എക്സ്ട്രാപോളേറ്റ് സ്റ്റഡിയാണ്. ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് റീജിയൻസിലെ എക്സ്ട്രാപോളേറ്റ് സ്റ്റഡി, ഇൻസെക്ട്സുകളെല്ലാം കഴിച്ച് കമ്പയർ ചെയ്യുന്ന എക്സ്ട്രാപോളേറ്റ് സ്റ്റഡിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഊഹിച്ച് പറയുന്ന സ്റ്റഡിയാണ്. അഥവാ ടെമ്പറേച്ചറിൽ എ എന്ന് പറയുന്ന സ്പീഷീസ് ടെമ്പറേച്ചറിൽ ഇത്രയുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് ട്രോപ്പിക്കലിൽ ഇത്രയുണ്ടാവും. ട്രോപ്പിക്കലിൻ്റെ ഡൈവേഴ്സിറ്റിക്കൽ ഫിഗർ വെച്ചിട്ട് അത് ഇത്രയുണ്ടാവും. ഇങ്ങനെ എക്സ്ട്രാപോളേറ്റ് ചെയ്യുന്ന സ്റ്റഡിയാണ് പിന്നീട് വരുന്ന കണക്കുകൾ. അത്തരം എക്സ്ട്രാപോളേറ്റ് ആയ സ്റ്റഡീസ് ഗസസ് പറയുന്നത് വേൾഡിൽ 20 മുതൽ 50 മില്യൺ സ്പീഷീസുകൾ ഉണ്ട് എന്നാണ്. എന്നാൽ IUCN കണക്ക് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും വാല്യുബിൾ ആയി എടുക്കുന്നത് റോബർട്ട് മേയുടെ ഗ്ലോബൽ എസ്റ്റിമേറ്റ് ആണ്. റോബർട്ട് മേയുടെ ഗ്ലോബൽ എസ്റ്റിമേറ്റ് അബൌട്ട് 7 മില്യൺ സ്പീഷീസ് ആണ് വേൾഡിലുണ്ട് എന്ന് പറയുന്നത്. ഈ ഹൗ മെനി സ്പീഷീസ് ദർ ഓൺ ദി എർത്ത് എന്ന് പറയുന്നതിനകത്ത് NCERT പിന്നീട് ഒരു പൈ ഡയഗ്രാം ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ പൈ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുകളിലുള്ള പാരഗ്രാഫിലേക്ക് നോക്കൂ നിങ്ങൾ. മോർ ദാൻ 70% സ്പീഷീസുകളും ആനിമൽസ് ആണ് പറയുന്നത്. നോ മോർ ദാൻ 22 സ്പീഷീസ് പ്ലാന്റ്സ് ഉള്ളൂ. പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫഞ്ചയും ബ്രയോഫൈസും ആൻജിയോസ്പം ജിംനോസ്പം ആൽഗി എല്ലാം വിടും. അങ്ങനെ നോ മോർ ദാൻ 22% മാത്രമേ പ്ലാന്റ്സ് ഉള്ളൂ. എന്ന് വെച്ചാൽ 100 സ്പീഷീസുകളെ എടുത്തു കഴിഞ്ഞാൽ അതിൽ മോർ ദാൻ 70യും ആനിമൽസ് ആണ്, നോ മോർ ദാൻ 22 പ്ലാന്റ്സ് ആണ്. ഇനി 100 സ്പീഷീസ് ഓൺലി ആനിമൽസിന് എടുത്തു കഴിഞ്ഞാൽ അതിൽ മോർ ദാൻ 70%ഉം ഇൻസെക്ട്സുകളാണ്. അതുകൊണ്ടാണ് ഫൈലം ആർത്രോപോഡ ലാർജസ്റ്റ് ഫൈലമായിട്ട് മാറുന്നത്. ഓക്കെ, ദെൻ നോക്കൂ നിങ്ങൾ. അതിനുശേഷം ആ ഒരു പാരഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു സാധനമുണ്ട്. അഥവാ ഫഞ്ചയുടെ ടോട്ടൽ സ്പീഷീസിനെ കുറിച്ച് പറയുമ്പോൾ വേൾഡിലെ ടോട്ടൽ നമ്പർ ഓഫ് സ്പീഷീസ് ആകുന്ന ആംഫീബിയ, അതുപോലെ തന്നെ റെപ്റ്റേലിയ, മാമൽസ് ഇവരെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഷസ്, ഇവരെല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ അതിനും മുകളിലായിട്ടാണ് ആരുടെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി നിൽക്കുന്നത്, ഫഞ്ചയുടെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി നിൽക്കുന്നത് എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ഈ പൈ ഡയഗ്രാമിൽ നേരെ മുകളിൽ പറയുന്നുണ്ട്. അത് മാർക്ക് ചെയ്ത് പോകണം. ഇത് നോക്കൂ നിങ്ങൾ. ഈ ഒരു പൈ ഡയഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻവെർട്ടിബ്രേറ്റ്സിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഇൻസെക്ട്സ് ആണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് അതർ അനിമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്ത അതർ എന്ന് വെച്ചിട്ടാണ് 2ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ദെൻ 3ാം സ്ഥാനം മൊളസ്കസ് ആണ്. കാരണം സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം മൊളസ്കയാണ്. അപ്പോൾ അതർ അനിമൽ ഗ്രൂപ്പ് എന്ന് കൊടുത്തോണ്ട് മാത്രമാണ് ഇവിടെ മൊളസ്ക 3ാം സ്ഥാനം വരുന്നത്, അല്ലെങ്കിൽ 2 വരും. ദെൻ 4ാം സ്ഥാനം ക്രസ്റ്റേഷ്യൻസ് ആണ്. ദെൻ വെർട്ടിബ്രേറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 1 ഫിഷസ് ആണ്, 2 ബേർഡ്സ് ആണ്, 3 റെപ്റ്റൈൽസ് ആണ്, 4 ആംഫീബിയൻസ് ആണ്, 5 മാമൽസ് ആണ്. പ്ലാന്റ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫഞ്ചൈ, ആൻജിയോസ്പേം, അതുപോലെ തന്നെ ആൽഗെ, മോസസ്, ഫേംസ് ആൻഡ് അലൈൻസ്, ലൈക്കൻസ്. അപ്പം ഇങ്ങനെ ഒരു പൈ ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് താഴെയുള്ള പാരഗ്രാഫിനകത്ത് NCERT പറയുന്നു പ്രോകാരിയോട്സുകളെ കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അക്യുറസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന കൺവേർഷണൽ ടാക്സോണമിക്കലായിട്ട് ഗ്രൂപ്പിങ്ങും അതുപോലെ തന്നെ വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ട് അല്ലെങ്കിൽ മൈനറായി കിടക്കുന്ന പല സ്പീഷീസുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മൈക്രോസ്കോപ്പിക്കലി കൾച്ചർ ചെയ്ത് ശരിക്കും അക്യുറസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രോകാരിയോട്സുകളുടെ സ്പീഷീസുകളൊക്കെ എത്ര വരും എന്നതിന്, എത്രയുണ്ട് എന്നതിന് അക്യുറസ് ആയിട്ടൊരു കണക്ക് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്ലാന്റ്സുകളുടെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി നമുക്ക് ശരിക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുന്നില്ല എന്ന് പറയേണ്ടി വരും. ദെൻ അതിനുശേഷം അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു റോബർട്ട് മേസ് പോസിബിൾ നമ്പർ ഓഫ് സ്പീഷീസ് ഓൺ ദ എർത്ത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു റോബർട്ട് മേ അബൌട്ട് 7 മില്യൺ ആണെന്ന് പറഞ്ഞു. ദെൻ അടുത്തത് ഹൗ മെനി സ്പീഷീസ് ദർ ഓൺ ദി എർത്ത് ആൻഡ് ഹൗ മെനി സ്പീഷീസ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. സെലക്ട് ദ ഇൻകറക്റ്റ് പെയർ ആണ്. മെഗാ ഡൈവേഴ്സിറ്റി കൺട്രി ഇൻ ദ വേൾഡ് 12 കൊടുത്തിട്ടുണ്ട്.
ജനറ്റിക്കലി ഡിഫറെൻറ്റ് സ്ട്രെയിൻ റൈസസ് 1000 കൊടുത്തിരിക്കുന്നത്. ഞാൻ ഡയറക്റ്റ് ആൻസറിലേക്ക് പോകുന്നു, എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. 50,000 ആണ് നമ്മൾ പറഞ്ഞിരുന്നത്, 1000 മാംഗോസ് ആണ് ഇരുന്നത്. മേഡ് ഗ്ലോബൽ എസ്റ്റേറ്റ് 7 million ആണ്, ശരിയാണ്. നാഷണൽ പാർക്കുകൾ 90 ആണ്, നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻകറക്റ്റ് വരുന്നത് സെക്കൻഡ് ഓപ്ഷനാണ് വരുന്നത്, കാരണം 1000 അല്ല. So how many species there on earth and how many species in India എന്ന് പറയുന്നിടത്ത് ടോട്ടൽ ലാൻഡിൻ്റെ കേവലം 2.4% മാത്രമേ ഇന്ത്യയിലുള്ളൂ. അതിൽ 8.1% ഡൈവേഴ്സിറ്റിക്കൽ റീജിയൻ ആയതുകൊണ്ട് തന്നെ 12 മെഗാ ബയോഡൈവേഴ്സിറ്റിക്കൽ കൺട്രീസിൽ വൺ ഓഫ് ദി കൺട്രിയാണ് ഇന്ത്യ. സോ അങ്ങനെയെങ്കിൽ നിയർലി 45,000 പ്ലാന്റ്സും ടീസ്മേനി അതിൻ്റെ ഇരട്ടി അനിമൽസും ഇന്ത്യയിലുണ്ട് എന്നാണ് IUCN കണക്ക് പ്രകാരം നമുക്ക് പറയാൻ പറ്റുക. എന്നാൽ റോബർട്ട് മേയുടെ ഗ്ലോബൽ എസ്റ്റിമേറ്റിന് ഇന്ത്യൻ ഡൈവേഴ്സിറ്റിക്കൽ ഫിഗറിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ഡൈവേഴ്സിറ്റിക്കൽ ഫിഗറിൻ്റെ വെറും 22% മാത്രമേ ഉണ്ടാവുള്ളൂ. ഓൺലി 22% ഇന്ത്യൻ ഡൈവേഴ്സിറ്റി ഫിഗറിൽ 22% മാത്രമേ യെറ്റ് ടു ബി ഡിസ്കവേർഡ് നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ടാവുള്ളൂ. ആരുടെ കണക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ, റോബർട്ട് മേയുടെ കണക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ. അങ്ങനെ IUCN'തല്ല, റോബർട്ട് മേയുടെ കണക്കാണ് ശരിയെങ്കിൽ ഇന്ത്യയിൽ മോർ ദാൻ 1 lakh പ്ലാന്റ്സും മോർ ദാൻ 3 lakh അനിമൽസും ടു ബി ഡിസ്കവേർഡ്. അതിനകത്ത് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ്റെ ഡൈവേഴ്സിറ്റിക്കൽ ഫിഗറിൽ വലിയൊരു ഭാഗം നമ്മൾ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ നഷ്ടപ്പെടും. ആക്ച്വലി ഇന്ത്യൻ ഡൈവേഴ്സിറ്റി ഫിഗറിൻ്റെ വലിയൊരു ഭാഗം ട്രോപ്പിക്കലുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയാറുണ്ട് ട്രോപ്പിക്കലിനകത്ത് ഒരുപാട് സ്പീഷീസുകൾ ഇനിയും എന്ത് ചെയ്യാണ്ട് കണ്ടെത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു 219 പേജിൽ ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിലെ ലാസ്റ്റ് ലൈനകത്തുള്ള ഈ ഒരു സെന്റൻസിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. സ്റ്റേറ്റ്മെന്റ് ഇടാം. നാച്ചസ് ബയോളജിക്കൽ ലൈബ്രറി ഈസ് ബേണിംഗ് ഈവൻ ബിഫോർ വി കാറ്റലോഗ്ഡ് ദി ടൈറ്റിൽ ഓഫ് ഓൾ ദ ബുക്സ് സ്റ്റോക്ക്ഡ് ദർ. അഥവാ നമ്മൾ പലപ്പോഴും നമുക്ക് ട്രോപ്പിക്കലുള്ള ഒരുപാട് സ്പീഷീസുകൾ നമ്മൾ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ബയോളജിക്കൽ ലൈബ്രറിയിലെ പുസ്തകങ്ങൾക്ക് പേരിടുന്നതിന് മുമ്പ് ലൈബ്രറി എന്ത് ചെയ്യാണ്, കത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസിനെ ശ്രദ്ധിക്കണം. സ്റ്റേറ്റ്മെന്റ് ഇട്ട് തരാം. ഓക്കെ, ഇത്രയാണ് അതുമായി റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ളത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഡാഷ് ഈസ് വി മൂവ് away from dash toward dash. ആക്ച്വലി ഇത് പാറ്റേൺ ഓഫ് ബയോഡൈവേഴ്സിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് വരുന്നത്. പാറ്റേൺ ഓഫ് ബയോഡൈവേഴ്സിറ്റിക്കകത്ത് നമ്മൾ 2 കൺസെപ്റ്റ്സുകളാണ് പറയുന്നത്. ഒന്ന് ലാറ്റിറ്റ്യൂണൽ ഗ്രേഡിയൻ്റ് പറയുന്നു, 2 സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് പറയുന്നു. എന്താണ് ലാറ്റിറ്റ്യൂണൽ ഗ്രേഡിയൻ്റ്? പാറ്റേൺ ഓഫ് ബയോഡൈവേഴ്സിറ്റിയുടെ ലാറ്റിറ്റ്യൂണൽ ഗ്രേഡിയൻ്റ് എന്നുള്ള കോൺസെപ്റ്റ് പറയുന്നത് ഇക്വറ്റോറിൽ നിന്നും പോളിലേക്ക് പോകും തോറും ഡൈവേഴ്സിറ്റി കുറയുന്നു. ചുമ്മാ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ പോരാ. പാറ്റേൺ ഓഫ് ബയോഡൈവേഴ്സിറ്റിയുടെ ലാറ്റിറ്റ്യൂഡ് ഗ്രേഡിനകത്തുള്ള ഇക്വറ്റോറിൽ നിന്ന് പോളിലേക്ക് പോകും തോറും ഡൈവേഴ്സിറ്റി കുറയുന്നു. തെളിവ് വേണം, അതിന് എക്സ്പ്ലനേഷൻസ് വേണം. അതിന് തെളിവായിട്ട് പറയുന്നത് കൊളംബിയ ലൊക്കേറ്റഡ് നിയർ ദി ഇക്വറ്റോർ. കൊളംബിയയിൽ 1400 സ്പീഷീസ് നമുക്ക് ബേഡ്സിനെ കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ഈ പറയുന്ന കൊളംബിയയുടെ റീജിയൻ അല്ലെങ്കിൽ ഇക്വറ്റോറിൻ്റെ റീജിയനിൽ നിന്ന് നമ്മൾ പോളാർ റീജിയനിലേക്ക് പോകും തോറും ബയോഡൈവേഴ്സിറ്റി കുറയുന്നു എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 41 ഡിഗ്രി നോർത്ത് വരുന്നത് ന്യൂയോർക്കാണ്. ആ ന്യൂയോർക്കിൽ 105 സ്പീഷീസ് എന്ത് വരുന്നുണ്ട്, ബേഡ്സ് വരുന്നുണ്ട്. 105 സ്പീഷീസ് ബേഡ്സ് വരുന്നുണ്ട്. വീണ്ടും നമ്മൾ പോളിലേക്ക് അടുക്കും തോറും അഥവാ 71 ഡിഗ്രി നോർത്ത് ഗ്രീൻലാൻഡ് ആണ് വരുന്നത്. ഗ്രീൻലാൻഡിൽ 56 സ്പീഷീസ് ബേഡ്സ് ഉള്ളൂ. ഈ ഒരു വാല്യൂസ് നമ്മളോട് പറയുന്നത് ഇക്വറ്റോറിൽ നിന്ന് പോളിലേക്ക് പോകും തോറും ഡൈവേഴ്സിറ്റി കുറയുന്നു. ഈ കൺസെപ്റ്റ്സ് ആണ് ലാറ്റിറ്റ്യൂഡൽ ഗ്രേഡിയൻറ്റ്. എന്നാൽ ഇതിനകത്ത് ചെറിയൊരു എക്സെപ്ഷനും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇക്വറ്റോറിൽ നിന്ന് പോളിലേക്ക് പോകുന്തോറും ഡൈവേഴ്സിറ്റി കുറയുന്നുണ്ട്. എന്നാൽ ടെമ്പറേറ്റ് റീജിയനെ പോലെയോ പോളാർ റീജിയനെ പോലെയോ വലിയ രീതിയിലുള്ളൊരു കുറച്ചിൽ ട്രോപ്പിക്കൽ റീജിയൻസിൽ ഇല്ല എന്നുള്ളതാണ്. അതിന് തെളിവായിട്ട് പറയുന്നത്
23.5 നോർത്ത്, 23.5 സൗത്ത് ആണ് ട്രോപ്പിക്കൽ റീജിയൻ വരുന്നത്. ആ ഇന്ത്യയുടെ ലാൻഡ് ഏരിയയുടെ വലിയൊരു ഭാഗവും ട്രോപ്പിക്കലിലാണ് കിടക്കുന്നത്. ഇന്ത്യയിൽ 1200ഓളം സ്പീഷീസ് ബേർഡ്സ് കാണാൻ പറ്റുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? പോളാറിനെ പോലെയോ ടെമ്പറേച്ചറിനെ പോലെയോ വലിയ രീതിയിലുള്ള കുറച്ചിൽ എവിടെ വന്നിട്ടില്ല? ട്രോപ്പിക്കൽ എൻവയോൺമെന്റിൽ വന്നിട്ടില്ല. അപ്പൊ ഇതൊരു എക്സെപ്ഷൻ, ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. മറ്റൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ആമസോൺ റെയിൻ ഫോറസ്റ്റ് ആണ്. അത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ്. അതിനകത്ത് 40,000 പ്ലാന്റ്സ്, അതുപോലെ തന്നെ 3,000ഓളം ഫിഷസ്, അതുപോലെ തന്നെ 427 ആംഫീബിയൻസ്, 427 മാമൽസ്, 378 റെപ്റ്റൈൽസ്, 125,000 ഇൻവെർട്ടിബ്രേറ്റ്സ്, ഇതെല്ലാം ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആമസോൺ റെയിൻ ഫോറസ്റ്റും ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആയതുകൊണ്ട് ഈ ഇക്വറ്റോറിൽ പോൾക്ക് പോകുന്തോറും ഡൈവേഴ്സിറ്റി കുറയുന്നു. ആ കുറയുന്നതിൽ വലിയ ഭീമമായ ഒരു കുറച്ചിൽ ട്രോപ്പിക്കലിൽ ഇല്ല എന്നുള്ളതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. മറ്റൊരു ഉദാഹരണം നമുക്ക് പറയാൻ പറ്റുന്നതാണ് എ ഫോറസ്റ്റ് റീജിയൻ ഇൻ ട്രോപ്പിക്കൽ എൻവയോൺമെന്റിലെ ഒരു ഫോറസ്റ്റ് റീജിയൻ ആണ് ഇക്വഡോർ. ഈ ഇക്വഡോറിൽ വാസ്കുലാർ പ്ലാന്റ്സ് ഉണ്ട്. അത്രയും സെയിം ലാൻഡ് ഏരിയ ഉണ്ട് മിഡ് വെസ്റ്റ് ഓഫ് USA എന്ന് പറയുന്ന ടെമ്പറേറ്റ് റീജിയനിൽ കാണപ്പെടുന്ന ഫോറസ്റ്റ് റീജിയനിലും. ഈ പറയുന്ന മിഡ് വെസ്റ്റ് ഓഫ് USA ഒക്കെ എടുക്കുന്നത് ടെമ്പറേറ്റ് റീജിയൻസിലാണ്. എന്നാൽ ഇക്വഡോർ എന്ന് പറയുന്ന ഫോറസ്റ്റ് കിടക്കുന്നത് ട്രോപ്പിക്കൽ റീജിയനിലാണ്. ഇക്വഡോർ എന്ന് പറയുന്ന ഫോറസ്റ്റ് റീജിയൻ ട്രോപ്പിക്കൽ റീജിയനിലായതുകൊണ്ട് തന്നെ ടെമ്പറേച്ചറിനേക്കാളും 10 മടങ്ങ് വാസ്കുലാർ പ്ലാന്റ്സ് അധികമായിട്ട് കാണാൻ പറ്റുന്നു. ഇതും ഈ പറയുന്ന ഇക്വറ്റോറിന് പോൾക്ക് പോകുമ്പോൾ വലിയ രീതിയിൽ ട്രോപ്പിക്കൽ എൻവയോൺമെന്റിൽ ഡൈവേഴ്സിറ്റി കുറയുന്നില്ല എന്നതിന് തെളിവായിട്ട് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ട അടുത്തൊരു കൺസെപ്റ്റ്സ് ആണ് തൊട്ട് താഴെ പറയുന്നത്. എന്തുകൊണ്ട് ട്രോപ്പിക്കൽ എൻവയോൺമെന്റിൽ പോളാറിനേക്കാളും ടെമ്പറേച്ചറിനേക്കാളും ഡൈവേഴ്സിറ്റി കൂടുന്നു? ABC എന്ന് പറഞ്ഞ് 3 റീസൺസ് പറയുന്നുണ്ട്. പറയുന്നത് സ്പീസിയേഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് ടൈം അൺലൈക്ക് ടെമ്പറേറ്റ് റീജിയൻ സബ്ജക്റ്റഡ് ടു ഗ്ലാസിയേഷൻ ഇൻ ദ പാസ്റ്റ്. അഥവാ ഒരു സ്പീസിയേഷന് കംപ്ലീറ്റ് ആക്കാനുള്ളൊരു സമയം ട്രോപ്പിക്കൽ എൻവയോൺമെന്റിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഗ്ലാസിയേഷൻ കാരണം, ഹിമപദം കാരണം, കൊടും മഞ്ഞ് കാരണം, കൊടും തണുപ്പ് കാരണം, ദാറ്റ് ഈസ് ഹിമപദം കാരണം ടെമ്പറേറ്റ് റീജിയൻസിൽ ഒരു സ്പീഷീസിന് പുതിയൊരു സ്പീഷീസ് രൂപപ്പെടുന്നതിനുള്ള ഒരു കംപ്ലീറ്റ് അതിൻ്റെ ഒരു ഫങ്ഷൻ ഓഫ് ടൈം കിട്ടുന്നില്ല. അത് സ്പീസിയേഷൻ സ്റ്റാർട്ട് ചെയ്യും, അത് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് ഗ്ലാസിയേഷൻ വരുന്നതോട് കൂടിയിട്ട്, പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ ഗ്ലാസിയേഷൻ വരുന്നതോട് കൂടിയിട്ട് ആ പുതിയൊരു സ്പീഷീസ് ആവുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് അവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെടുന്നു. പിന്നീട് വീണ്ടും ആദിക്കം തന്നെ ഒന്നും തന്നെ തുടങ്ങേണ്ട ഒരു അവസ്ഥ വരുന്നു. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം എവിടെയില്ല? ട്രോപ്പിക്കലില്ല. കാരണം ട്രോപ്പിക്കൽ എൻവയോൺമെന്റ് ഒരു ലാസ്റ്റ് മില്യൺ ഇയേഴ്സ് ആയിട്ട് യാതൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ല, അഥവാ പ്രകൃതി റിലേറ്റഡ് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് സ്പീസിയേഷനെ കംപ്ലീറ്റ് ആക്കാനുള്ള ടൈം ട്രോപ്പിക്കൽ എൻവയോൺമെന്റിൽ കിട്ടുന്നുണ്ട്. പക്ഷെ അത് എവിടെ കിട്ടുന്നില്ല? ടെമ്പറേച്ചറിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചറിൽ സ്പീഷീസുകളുടെ എണ്ണം കുറയുന്നു, ട്രോപ്പിക്കൽ സ്പീഷീസുകളുടെ എണ്ണം കൂടുന്നു. രണ്ടാമത് പറയുന്നത് ട്രോപ്പിക്കൽ എൻവയോൺമെന്റിൽ സീസൺ പ്രഡിക്റ്റബിൾ ആണ്, കോൺസ്റ്റന്റ് ആണ്, ലെസ് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ ട്രോപ്പിക്കൽ എൻവയോൺമെന്റിലെ സീസൺ പ്രഡിക്റ്റബിൾ ആൻഡ് കോൺസ്റ്റന്റ് ലെസ് ആയതുകൊണ്ട് സ്പീഷീസുകളുടെ എണ്ണം കൂടുന്നു. ദെൻ തേർഡ് കൺസെപ്റ്റ് പറയുന്നത് ട്രോപ്പിക്കൽ എൻവയോണിൽ മോർ സോളാർ എനർജി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പ്ലാന്റ്സിന്റെ പ്രൊഡക്ഷൻ കൂടും. ആ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അനിമൽസിന് ധാരാളം ഫുഡ് കിട്ടും. സോ അനിമൽസിന്റെ പ്രൊഡക്ഷനും കൂടും. അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഡൈവേഴ്സിറ്റിക്ക് ഫിഗർ ഇൻക്രീസ് ചെയ്യുന്നുള്ള ഈ 3 കാര്യങ്ങളാണ് ട്രോപ്പിക്കൽ എൻവയോൺമെന്റിൽ ടെമ്പറേച്ചറിനേക്കാളും പോളാറിനേക്കാളും ഡൈവേഴ്സിറ്റി കൂടാൻ റീസൺ ആയിട്ട് പറയുന്നത്. സോ നോക്കൂ നിങ്ങൾ, പാറ്റേൺ ഓഫ് ബയോഡൈവേഴ്സിറ്റിയുടെ ലാറ്റിറ്റ്യൂഡൽ ഗ്രേഡിയന്റ് കഴിഞ്ഞാൽ പിന്നീട് പറയുന്നത് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് ആണ്. ആ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് റിലേറ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ, ലോഗ് എസ് ഇസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് സെറ്റ് ലോഗ് എ അബോവ് ഇക്വേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി relation between species richness and area on a logarithm scale, which is a straight line value of z if we analyze in very large area like continent, that is the entire continent, will be between actually slope of the line, otherwise the value of the z line നമുക്ക് എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. ഇത് അറിയണമെങ്കിൽ എന്താണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് എന്ന് അറിയണം.
ജർമ്മൻ നാച്ചുറലിസ്റ്റും ജിയോഗ്രാഫറുമായിരുന്ന അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിന്റെ കൺസെപ്റ്റ്സ് ആണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. അദ്ദേഹത്തിന്റെ സൗത്ത് അമേരിക്കൻ ജംഗിൾസിൽ, ശ്രദ്ധിക്കണം കേട്ടോ, ടേംസിനെ ശ്രദ്ധിക്കണേ, അദ്ദേഹത്തിന്റെ സൗത്ത് അമേരിക്കൻ ജംഗിൾസിൽ അദ്ദേഹത്തിന്റെ എക്സ്പ്ലോറേഷന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ ഒരു കൺസെപ്റ്റ്സിനെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. എന്താണ് ഇതിനകത്ത് പറയുന്നത്? വിത്തിൻ എ റീജിയൻ ഇൻക്രീസ്ഡ് സ്പീഷീസ് റിച്ച്നെസ്, ഇൻക്രീസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇൻക്രീസ്ഡ് സ്പീഷീസ് റിച്ച്നെസ് വിത്ത് ഇൻക്രീസിങ് ING ഫോമിലാണ്, വിത്ത് ഇൻക്രീസിങ് എക്സ്പ്ലോർഡ് ഏരിയ. ഏരിയ എക്സ്പ്ലോർഡ് ആവുകയാണെങ്കിൽ, ഏരിയ കൂടുകയാണെങ്കിൽ ആ ഏരിയയിൽ സ്പീഷീസിന്റെ റിച്ച്നെസ്സും കൂടിയിട്ടുണ്ടാകും. ഇതാണ് ആ പറഞ്ഞതിനുള്ള കൺസെപ്റ്റ്സ്. സോ ഈ ഒരു കൺസെപ്റ്റ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മൂപ്പർ എന്ത് ചെയ്തു? S is equal to C into A raised to Z നെ ലോഗ് സ്കെയിലിലേക്ക് കൊണ്ടുവന്ന് log S is equal to log C plus Z log A എന്ന് പറഞ്ഞു. അഥവാ log S സ്പീഷീസിന്റെ റിച്ച്നെസ് എന്ന് പറയുന്നത് log C log C എന്ന് പറഞ്ഞാൽ Y-ന്റെ ഇന്റർസെപ്റ്റ് ആണ്, പ്ലസ് Z log A ആണ്. Z സ്ലോപ്പ് ഓഫ് ദി ലൈൻ ആണ്, A ഏരിയ ആണ്. ഈ ഇക്വേഷനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഒരു കൺസെപ്റ്റ്സിനെ പറയുന്നത്. അങ്ങനെ പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നുണ്ട്? ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള, ഒരു കർവ് ലഭിക്കുന്നുണ്ട്, ഗ്രാഫിക് റെപ്രസെന്റേഷൻ ലഭിക്കുന്നുണ്ട്. നോക്ക് നിങ്ങൾ, ഇതിനകത്ത് ഇവർ പറയുന്ന ഒരു സാധനം, ഏരിയ കൂടിയിട്ടുണ്ടെങ്കിൽ സ്പീഷീസ് റിച്ച്നെസ് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ കൺസെപ്റ്റ്സ് നമുക്ക് പെട്ടെന്ന് ഓടാൻ വേണ്ടി നമ്മൾ എടുക്കാം. നമ്മളൊരു ഏരിയ എടുക്കുന്നു. നമ്മൾ എടുത്ത ഏരിയ കേരളമാണ്. കേരളത്തിൻ്റെ സ്പീഷീസ് റിച്ച്നെസ് ഞാൻ ഇവാലുവേറ്റ് ചെയ്തു. 0.1 ആണ് റിച്ച്നെസ് എന്ന് ഞാൻ ഇവിടെ കൊടുത്തു, വൈയിൽ കൊടുത്തു. നമ്മൾ എടുക്കുന്ന അടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ തമിഴ്നാടാണ്. തമിഴ്നാടിൻ്റെ സ്പീഷീസ് റിച്ച്നെസ് ഞാൻ 0.2 കൊടുത്തു, 0.1 കൊടുത്തു, 0.2 കൊടുത്തു. കേരളത്തിൻ്റെ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു എക്സാമ്പിൾ പറയുന്നത്. കേരളത്തിൻ്റെ സ്പീഷീസ് റിച്ച്നെസ് 0.1 ആണ്, തമിഴ്നാടിൻ്റെ സ്പീഷീസ് റിച്ച്നെസ് 0.2 ആണ്. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ കേരളവും തമിഴ്നാടിൻ്റെ സ്പീഷീസ് റിച്ച്നെസ്സിനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് അമേസിംഗ്ലി സിമിലർ ആണ്. എന്ന് വെച്ചാൽ അടുത്തടുത്ത ഏരിയ ആണെങ്കിൽ റിച്ച്നെസ് സിമിലർ ആയിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ്സ് ഇതിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ കേരളം, തമിഴ്നാട്, നമ്മൾ ഇന്ത്യയുടെ സ്പീഷീസ് റിച്ച്നെസ് കാണുകയാണ്. ഇന്ത്യയുടെ സ്പീഷീസ് റിച്ച്നെസ് 0.6 ആണെന്ന് വിചാരിക്കാം. ഇന്ത്യയെ നമ്മൾ എന്ത് ചെയ്യാണ്? ടോട്ടൽ ഇന്ത്യ മുതൽ നമ്മൾ ടോട്ടൽ എൻറ്റയർ കോണ്ടിനെന്റ് എടുക്കുകയാണ്. എൻറ്റയർ കോണ്ടിനെന്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് എൻറ്റയർ കോണ്ടിനെന്റ് നമ്മൾ നോക്കുന്ന സമയത്ത് സ്പീഷീസ് റിച്ച്നെസ് വരുന്നത് 1.2 ആണെന്ന് വിചാരിക്കുക. അപ്പം എന്ത് ചെയ്തു? ഏരിയ കൂടി, സ്പീഷീസ് റിച്ച്നെസ്സും കൂടി. അപ്പോൾ ഏരിയ കൂടുന്തോറും സ്പീഷീസ് റിച്ച്നെസ് കൂടുകയാണെങ്കിൽ ഈ സ്ലോപ്പ് ഓഫ് ദി ലൈൻ മച്ച് സ്റ്റീപ്പർ ആകും. അഥവാ വൈൻ്റെ വാല്യൂ കൂടുമ്പോൾ സ്ലോപ്പ് ഇങ്ങനെ ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യുമ്പോൾ മുകളിലോട്ട് കയറുമ്പോൾ ആക്ച്വലി ഇവിടുത്തെ എന്താവും? സ്ലോപ്പ് മച്ച് സ്റ്റീപ്പർ ആവും, അഥവാ കുത്തനെയാവും, അഥവാ 90ലേക്ക് വരും എന്നാണ് പറയുന്നത്. ഇതാണ് അതുമായി റിലേറ്റ് ചെയ്തുള്ള കൺസെപ്റ്റ്സ്. ഇതിനെ ടോട്ടലി അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എന്തെടുത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തടുത്ത ഏരിയയിൽ, അഥവാ അടുത്തടുത്ത ഏരിയ ആണെങ്കിൽ വാല്യൂ ഓഫ് ദി സെറ്റ് ലൈൻ 0.1 to 0.2 ആയിരിക്കാം. അല്ലെങ്കിൽ ചെറിയ ഏരിയ ആണെങ്കിൽ 0.1 to 0.2 ആയിരിക്കാം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടനിലെ പ്ലാന്റ്, കാലിഫോർണിയയിലെ ബേർഡ്സ്, ന്യൂയോർക്കിലെ മൊളസ്കസ് ഒക്കെ വെച്ച് പറയുന്നത്. എന്നാൽ എൻറ്റയർ കോണ്ടിനെന്റ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഏരിയ കൂടുകയാണ്, ഏരിയ കൂടുമ്പോൾ റിച്ച്നെസ്സും കൂടുകയാണ്. അത് വെച്ചിട്ടാണ് അവരെന്ത് പറഞ്ഞത്? 0.6 to 1.2 പറഞ്ഞത്. ഇനി ട്രോപ്പിക്കൽ റീജിയൻസിലെ ഫ്രൂട്ട് ഈറ്റേഴ്സിനെ, മാമൽസിനെ മാത്രം എടുക്കുമ്പോൾ എന്നുള്ള പറഞ്ഞ വാല്യൂ വെച്ചിട്ടാണ് 1.15 പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ത് വരിക? എൻറ്റയർ കോണ്ടിനെന്റ് ആണെങ്കിൽ 0.6 to 1.2 ആണ് വരിക. ഓക്കെ, പാറ്റേൺ ഓഫ് ബയോഡൈവേഴ്സിറ്റിയുടെ സെക്കൻഡ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് ആണ്. ജർമ്മൻ നാച്ചുറലിസ്റ്റും ജിയോഗ്രാഫറുമായിരുന്ന അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് സൗത്ത് അമേരിക്കൻ ജംഗിൾസിൽ അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ടാണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് എന്നുള്ള കൺസെപ്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുമായി റിലേറ്റ് ചെയ്തുള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. log S is equal to log C plus Z log A. Above equation is derived from the relation between species richness and area on a logarithmic scale, which is a straight line. Value of Z, if we analyze in very large area like continent, that is entire continent, will be between. ആക്ച്വലി ഈ ഒരു കൺസെപ്റ്റ്സിലേക്ക് പോകുമ്പോൾ എന്താണ് നമുക്ക് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് എന്ന് അറിയണം, എന്നാലാണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുക. നോക്കൂ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ഒബ്സർവ്ഡ് ദാറ്റ് within a region species richness increased ED ആണ്,
ഇൻക്രീസ്ഡ്. സ്പീഷ്യൽ റിച്ച്നെസ്, ഒരു റീജിയണിൽ സ്പീഷ്യൽ റിച്ച്നെസ് കൂടിയിട്ടുണ്ട്. വിത്തിൻ അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ട്? ഇൻക്രീസിങ് ING ഫോമാണ്, ഇൻക്രീസിങ് എക്സ്പ്ലോർഡ് ഏരിയ. അപ്പം നമുക്ക് പറയാം ഒരു റീജിയണിൽ സ്പീഷ്യൽ റിച്ച്നെസ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഏരിയയും എക്സ്പ്ലോർ ആയിട്ടുണ്ട്. ഈ ഒരു കോൺസെപ്റ്റ്സിനെ പറയാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? S = C × A⁻Z എന്ന് പറഞ്ഞ ഇക്വേഷനിലേക്ക് ലോഗ് സ്കെയിൽ കൊടുത്തിട്ട് ലോഗ് S = log C + Z log A എന്ന് പറഞ്ഞ ഇക്വേഷന് കൊണ്ടുവന്നു. മാത്രമല്ല അത് റെക്റ്റാങ്കുലർ ഹൈപ്പർബോള വെച്ചിട്ട് അദ്ദേഹം ആ ഒരു കൺസെപ്റ്റ്സിനെ ഡിറൈവ് ചെയ്തു. അത് log S എന്ന് പറഞ്ഞ സ്പീഷ്യൽ റിച്ച്നെസ് എന്ന് പറഞ്ഞത് log C അഥവാ y-ൻ്റെ ഇൻ്റർസെപ്റ്റ് + Z സ്ലോപ്പ് ഓഫ് ദി ലൈൻ ആൻഡ് log A ഏരിയ. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഈ വാല്യൂ ഓഫ് ദി സെറ്റ് ലൈൻ പറയാൻ വേണ്ടി ബ്രിട്ടനിലെ പ്ലാന്റ്, അതുപോലെ തന്നെ കാലിഫോർണിയയിലെ ബേർഡ്സ്, ന്യൂയോർക്കിലെ മൊളസ്കസ് ഒക്കെ വെച്ചിട്ടാണ് അദ്ദേഹം വാല്യൂ ഓഫ് ദി സെറ്റ് ലൈൻ പറഞ്ഞത്. വാല്യൂ ഓഫ് സെറ്റ് ലൈൻ 0.1 to 0.2 പറയുന്നുണ്ട്. അത് സ്ലോപ്പ് ഓഫ് ദി ലൈൻ പറയാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞ സ്ഥാനങ്ങളൊക്കെ എടുത്തത്. അതേപോലെ തന്നെ എൻറ്റയർ കോണ്ടിനെന്റ് വെച്ചിട്ട് വാല്യൂ ഓഫ് ദി സെറ്റ് ലൈൻ പറയുന്നുണ്ട്. അവിടെ 0.6 to 1.2 ആണ് സെറ്റിന്റെ വാല്യൂ പറയുന്നത്. ദെൻ ട്രോപ്പിക്കൽ ഫോറസ്റ്റിലെ ഫ്രൂജിവോറസ് ഫ്രൂട്ട് ഈറ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ മാമൽസിനെയും വെച്ച് പറയുന്നുണ്ട് 1.15 ആണ് അവിടെ വാല്യൂ ഓഫ് ദി സെറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ച്വലി ഇതിൽ പറയുന്ന ഈ ഒരു റെക്റ്റാങ്കുലർ ഹൈപ്പർബോളക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ NCERT കൊടുത്ത സെയിം എക്സാമ്പിൾ എടുക്കുന്നില്ല, പകരം നോക്കൂ നിങ്ങൾ, എൻ്റെ ഏരിയ A ആണെന്ന് വിചാരിക്കും. ഏരിയ A ആണെങ്കിൽ A എന്ന് പറഞ്ഞ ഏരിയയുടെ സ്പീഷ്യസ് റിച്ച്നെസ് ഞാൻ മാർക്ക് ചെയ്തു 0.1 ആണ്. എൻ്റെ അടുത്ത ഏരിയ B ആണ്, സ്പീഷ്യസ് റിച്ച്നെസ് ഞാൻ മാർക്ക് ചെയ്തു 0.2 ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇമാജിൻ ചെയ്യാം A, B നിയറസ്റ്റ് ഏരിയകളാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തടുത്ത ഏരിയകളാണെങ്കിൽ ഒരേപോലെയുള്ള ഏരിയകളാണെങ്കിൽ അവിടുത്തെ സ്പീഷ്യസ് റിച്ച്നെസ്, നിയറസ്റ്റ് ഏരിയകളാണെങ്കിൽ സ്പീഷ്യസ് റിച്ച്നെസ് അമേസിംഗ്ലി സിമിലർ ആയിരിക്കും. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ്സ് ആ ഒരു റെക്റ്റാങ്കിൾ ഹൈപ്പർബോള എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് വരുന്നുണ്ട്. ഇനി ഞാൻ അടുത്ത ഏരിയ എടുക്കുകയാണ്. F ആണ് എൻ്റെ ഏരിയ. Fലെ റിച്ച്നെസ് 0.6 ആണ്. അടുത്ത ഏരിയ Z ആണ്. വാല്യൂ ഓഫ് സ്പീഷ്യസ് റിച്ച്നെസ് 1.2 ആണ്. ആക്ച്വലി എന്ത് ചെയ്തു? എയും ബിയും പോലെയല്ല. ആക്ച്വലി A ന്ന് Z അല്ലെങ്കിൽ F ന്ന് Z എന്ന് പറയുമ്പോൾ ഏരിയ കൂടുതലാണ്. ഏരിയ കൂടുന്നുണ്ട്, സ്പീഷ്യൽ റിച്ച്നെസ്സും കൂടിയിട്ടുണ്ട്. 0.6 to 1.2. നമുക്ക് തിരിച്ചും പറയാൻ പറ്റും, സ്പീഷ്യൽ റിച്ച്നെസ് കൂടുമ്പോൾ ഏരിയ കൂടിയിട്ടുണ്ട്. ഇതാണ് അവിടെ ഈ ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പറയുന്ന കൺസെപ്റ്റ്സ്. ഇനി അടുത്തടുത്ത ഏരിയയാണ് സ്പീഷ്യൽ റിച്ച്നെസ്സും സിമിലർ ആണെങ്കിൽ സ്ലോപ്പ് ഒരു നോർമൽ സ്ലോപ്പ് ആയിരിക്കും എന്ന് പറയാം. സ്ലോപ്പ് ഓഫ് ദി ലൈൻ നോർമൽ ആയിരിക്കും എന്ന് പറയാം. ആക്ച്വലി ഇതൊക്കെയാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ലെവലേ വരുന്നുള്ളൂ. പകരം ഏരിയ കൂടുമ്പോൾ റിച്ച്നെസ് കൂടുന്നു, അല്ലെങ്കിൽ റിച്ച്നെസ് കൂടുന്നതനുസരിച്ച് ഏരിയ കൂടുകയാണെങ്കിൽ y-ൻ്റെ വാല്യൂ കൂടുമ്പോൾ സ്ലോപ്പ് മച്ച് സ്റ്റീപ്പർ ആവും. അഥവാ ഇങ്ങനെ 90ലേക്ക് വരുമ്പോൾ സ്ലോപ്പ് എന്താകും? മച്ച് സ്റ്റീപ്പർ ആയിട്ട് മാറും. സ്ലോപ്പ് അളവ് കൂടും, സ്ലോപ്പ് മച്ച് സ്റ്റീപ്പർ ആവും. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഏരിയ കൂടുമ്പോൾ അഥവാ റിച്ച്നെസ് കൂടുമ്പോൾ സ്ലോപ്പ് മച്ച് സ്റ്റീപ്പർ ആവും എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ എയും ബിയും എന്ന് പറഞ്ഞവർ ബ്രിട്ടനിലെ പ്ലാനിൽ, കാലിഫോർണിയയിലെ ബേർഡ്സ്, ന്യൂയോർക്കിലെ മൊളസ്കസ്, ഇങ്ങനെ റീജിയൻസ് എടുത്ത് പറഞ്ഞതിന് പകരം ഞാൻ എയും ബിയും പറഞ്ഞു. എൻറ്റയർ കോണ്ടിനെന്റ് എന്ന് പറയുന്നതിന് പകരം ഞാൻ F to Z എന്നുള്ള കൺസെപ്റ്റ്സ് എടുത്ത് പറഞ്ഞു. ഓക്കെ, സിമ്പിൾ കൺസെപ്റ്റ് ഈസ് വെരി സിമ്പിൾ. ഏരിയ റിച്ച്നെസ് കൂടുമ്പോൾ ഏരിയ കൂടും. നേരെ തിരിച്ചു വേണമെങ്കിൽ നമുക്ക് കൺസെപ്റ്റ് ലെവലിൽ മനസ്സിലാക്കി വെക്കാം. ഇതാണ് ഈ ഒരു സ്പീഷ്യസ് റിച്ച്നെസ്സുമായി അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തുള്ള കൺസെപ്റ്റ്സ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ നിങ്ങൾ, ഇവിടെ ആൻസർ എന്താ വരിക? ലൈക്ക് അനലൈസ് വെരി ലാർജ് ഏരിയ, ലൈക്ക് കോണ്ടിനെൻ്റ് ആണ്. ലാർജ് ഏരിയ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്? ഏരിയ കൂടുതലാണെങ്കിൽ റിച്ച്നെസ്സും കൂടുതലേക്കാരം. അപ്പം ഞാൻ F to Z എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പ്രകാരം 0.6 to 1.2. നിങ്ങൾക്ക് ഇനി അതിന് പകരം A എന്നുള്ളതിനെ കേരളം എടുക്കുക, B എന്നുള്ളത് തമിഴ്നാട് എടുക്കുക, ഇനി എന്താ പറയുക F എന്നുള്ളത് ഇന്ത്യ എടുക്കുക, ദെൻ Z എന്നുള്ളത് എൻറ്റയർ കോണ്ടിനെൻ്റ് എടുക്കാം. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഏരിയ കണക്കാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 0.6 to 1.2 ആണ് വരുന്നത്. പകരം ഇതേ പറഞ്ഞൊരു കൺസെപ്റ്റ് തന്നെ എന്താ പറയുക, ചെറിയ ലാർജ് സ്മോൾ ഏരിയ ആണെങ്കിൽ, നിയറസ്റ്റ് ഏരിയ ആണെങ്കിൽ എന്താ വാല്യൂ ഓഫ് ദി സെറ്റ് ലൈൻ സിമിലർ ആയിരിക്കും, വളരെ നിയറസ്റ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കും നിങ്ങൾ. ഫോർ ഫ്രൂജിവറസ് ബേർഡ്സ് ആൻഡ് മാമൽസ് ഇൻ ദ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് കോണ്ടിനെന്റ് സ്ലോപ്പ് ഫൗണ്ട് ടു ബി. ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞു എത്ര വരുന്നത്? നേരത്തെ എൻറ്റയർ കോണ്ടിനെന്റ് പറഞ്ഞപ്പോഴാണ് 0.6 to 1.2 വന്നത്. ഇത് നമ്മൾ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് കുറഞ്ഞു, 1.15 ആയി ആൻസർ. NCERT സെയിം വാല്യൂ പറയുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് ഡൈവേഴ്സിറ്റി ഇൻക്രീസ്
പ്രൊഡക്ടിവിറ്റി ഡാഷ് ഡൈവേഴ്സിറ്റി കൂടുകയാണെങ്കിൽ പ്രൊഡക്ടിവിറ്റിക്ക് എന്താ സംഭവിക്കുക? ഇമ്പോർട്ടൻസ് ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻ ദ ഇക്കോസിസ്റ്റം എന്ന് പറയുന്ന കൺസെപ്റ്റ്സിലാണ് ഈ സാധനം വരുന്നത്. ഇതിനകത്ത് 1-2 സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ നിർബന്ധമായിട്ട് NCERT ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി സ്പീഷീസുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് എങ്ങനെയാണ് ഇക്കോസിസ്റ്റത്തിന് ഗുണം ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള ആൻസർ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് കിട്ടുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, ഡസ് ദ നമ്പർ ഓഫ് സ്പീഷീസ് ഇൻ ദ കമ്മ്യൂണിറ്റി റിയലി മാറ്റർ ടു ഫംഗ്ഷനിങ് ഓഫ് ഇക്കോസിസ്റ്റം? ഒരു ഫംഗ്ഷൻ ഒരു വൈബ്രന്റ് ആയ ഇക്കോസിസ്റ്റത്തിന്റെ ഫംഗ്ഷനിങ്ങിൽ സ്പീഷീസുകളുടെ എണ്ണം എങ്ങനെയാണ് സഹായിക്കുന്നതിനെ കുറിച്ച് പലപ്പോഴും ഇക്കോളജിസ്റ്റുകൾ വ്യക്തമായ ആൻസർ തരാറില്ല. പക്ഷേ അവർ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാറുണ്ട്. ഇക്കോളജിസ്റ്റ് ബിലീവ്ഡ് ദ കമ്മ്യൂണിറ്റി വിത്ത് മോർ സ്പീഷീസ് ജനറലി ടെൻഡ് ടു ബിക്കം more stable those with less species. അഥവാ ഒരു കമ്മ്യൂണിറ്റിയിൽ ലെസ് സ്പീഷീസ് ഉള്ളതിനേക്കാൾ കൂടുതൽ ആ കമ്മ്യൂണിറ്റി സ്റ്റേബിൾ ആകുന്നത് മോർ സ്പീഷീസ് ഉണ്ടാവുമ്പോഴാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആക്ച്വലി ഈ ഒരു കൺസെപ്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടാണ് NCERT ഡാവിഡ് ടിൽമാന്റെ ലോങ് പ്ലോട്ട് ഇക്കോസിസ്റ്റവുമായി റിലേറ്റഡ് ഉള്ള കൺസെപ്റ്റ്സ് പറയുന്നത്. അഥവാ ഒരു സ്റ്റേബിൾ കമ്മ്യൂണിറ്റി വലിയൊരു ഇയർ ടു ഇയറിൽ അവരുടെ പ്രൊഡക്റ്റീവിൽ വലിയൊരു വേരിയേഷൻസ് കാണിക്കൂല. ഒരു കമ്മ്യൂണിറ്റി ഇവിടെ സ്റ്റേബിൾ ആവണമെങ്കിൽ അവരെന്തൊക്കെ വേണ്ടി വരും? അവർ ഒക്കേഷണൽ ഡിസ്റ്റർബൻസിനെ അതിജയിച്ചവരാവണം, അല്ലെ? പ്രകൃതിദത്തം ആ ഒക്കേഷനിൽ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അതിജയിച്ചവരാവണം. അതുപോലെ എല്ലാ സ്പീഷീസുകളുടെ ഇൻവാൻഷനിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളാവണം. അങ്ങനെ മാൻമൈഡും അതല്ലെങ്കിൽ എല്ലാ സ്പീഷീസുകളുടെ ഇൻവാൻഷനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അത്തരത്തിലുള്ള എല്ലാ ഡിസ്റ്റർബൻസുകളിൽ നിന്നും അതിജീവിച്ച ആളുകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു സ്റ്റേബിൾ കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റുള്ളൂ. അതിൽ ടിൽമാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ലോങ് പ്ലോട്ട് എടുത്തിട്ട് അദ്ദേഹം ഒരു സർവേ നടത്തി. അതിനകത്ത് അദ്ദേഹം പറഞ്ഞു, എ സ്റ്റേബിൾ കമ്മ്യൂണിറ്റി ഷുഡ് നോട്ട് ഷോ മച്ച് വേരിയേഷൻ ഫ്രം ഇയർ ടു ഇയർ. ഒരു ഇയറിന് അടുത്ത ഇയറിലേക്ക് സ്റ്റേബിൾ ആയ ഒരു കമ്മ്യൂണിറ്റി അവരുടെ പ്രൊഡക്ടിവിറ്റിയിൽ വലിയൊരു മാറ്റം വരുത്തുന്നില്ല. അങ്ങനെ മാറ്റം വരുത്താത്തത് കൊണ്ട് സ്റ്റേബിൾ ആയ സ്പീഷീസുകൾ ഇക്കോസിസ്റ്റത്തിന്റെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. നമ്മൾ ഹെഡിങ് എന്തായിരുന്നു? ഇമ്പോർട്ടൻസ് ഓഫ് സ്പീഷീസ് ഡൈവേഴ്സ് ഇൻ ഇക്കോസിസ്റ്റം ആയിരുന്നല്ലേ. അപ്പൊ സ്റ്റേബിൾ കമ്മ്യൂണിറ്റി ഒരു ഇയറിന് അടുത്ത ഇയറിൽ അവരുടെ പ്രൊഡക്ടിവിറ്റിയിൽ വലിയൊരു മാറ്റം വരുത്താത്തത് കൊണ്ട് എന്ത് ചെയ്യും? ആ സ്റ്റേബിൾ ആയ കമ്മ്യൂണിറ്റിക്ക് ഫുഡിന് വേണ്ടിയിട്ടും ഷെൽട്ടറിന് വേണ്ടിയിട്ടൊക്കെ അവർ ആശ്രയിക്കുന്ന സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അതിന് ഭയങ്കരമായി ചൂഷണം ചെയ്യുന്ന അവസ്ഥയ്ക്ക് പോകൂല. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, 140 കോടി ജനങ്ങൾ ഒറ്റടിക്ക് ഡബിൾ ആയാൽ എന്താ ഉണ്ടാവുക? പ്രശ്നമല്ലേ? അപ്പൊ സ്റ്റേബിൾ ആയ കമ്മ്യൂണിറ്റി ഒരു ഇയറിന് അടുത്ത ഇയറിലേക്ക് വലിയൊരു വേരിയേഷൻ കാണിക്കൂല. ഇതാണ് ടിൽമാന്റെ കൺസെപ്റ്റ്സ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടുതൽ സാധനം കൂടി പറഞ്ഞു. എന്ത് നോക്കൂ നിങ്ങൾ, ഇൻക്രീസ് ഡൈവേഴ്സിറ്റി കോൺട്രിബ്യൂട്ട് ടു ഹയർ പ്രൊഡക്ടിവിറ്റി. ഡൈവേഴ്സിറ്റി കൂടുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടും. ഡൈവേഴ്സിറ്റി കൂടുമ്പോൾ നേരത്തെ പറഞ്ഞ ഫുഡ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് നമുക്ക് കൂടുതൽ ആശ്രയിക്കാൻ ഒരുപാട് മെറ്റീരിയൽസ് കിട്ടുമ്പോൾ ആ ആശ്രയിക്കുന്ന ആൾ അവരുടെ പ്രൊഡക്ടിവിറ്റിയും എന്ത് ചെയ്യും? കൂട്ടും എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സ്പീഷീസുകൾ ഒരുപാടുള്ളത് എങ്ങനെയാണ് വൈബ്രന്റ് ഇക്കോസിസ്റ്റം സൃഷ്ടിക്കുന്നത് എന്ന് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഒരു കാര്യം ഉറപ്പാണ്, ഓരോ സ്പീഷീസുകൾ ഇല്ലാതാകുന്നതും അലാമിംഗ് ആണ്. അത് പ്രധാനമായിട്ടുള്ള അലാമിംഗ് എന്താണ്? മനുഷ്യനാണ്. ഇപ്പൊ ഏതെങ്കിലും എന്താ പറയുക, ഇപ്പോൾ ഒരു വെസ്റ്റേൺ ഗഡ്സിൽ ഹൈ ആംഫീബിയൻ സ്പീഷീസ് ആണ്, ഈസ്റ്റേൺ ഗഡ്സിലൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. അപ്പൊ അതുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് പറയാം. വെസ്റ്റേൺ ഗഡ്സ് ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു ട്രീ ഫ്രോഗ് സ്പീഷീസ് പോയാൽ എന്തെങ്കിലും സംഭവിക്കോ? ആ ഇക്കോസിസ്റ്റം ലെസ് ഫങ്ഷണൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ എന്താ പറയുക, 20,000-ഓളം ഉണ്ടായിരുന്ന ഉറുമ്പുകൾ 15,000-ഓളം ആയിട്ടുണ്ടെങ്കിൽ ഇക്കോസിസ്റ്റം എന്തെങ്കിലും സംഭവിക്കുമെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കേ പ്രസക്തിയില്ല. കാരണം ഓരോ സ്പീഷീസ് ഇല്ലാതാവുമ്പോഴും എന്താണ് അത് ഇവിടുത്തെ മേജർ ആയിട്ടുള്ള സ്റ്റേബിൾ ആയ മനുഷ്യൻ എന്ന് പറഞ്ഞ സ്പീഷീസിനുള്ള അലാമിംഗ് ആണ് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കേണ്ടതാണ്. സോ ഇനി ഈ ഇമ്പോർട്ടൻ്റ് ഓഫ് സ്പീഷീസ് ഡൈവേഴ്സ് ഇൻ ഇക്കോസിസ്റ്റത്തിൽ പറയുന്ന അടുത്തൊരു കൺസെപ്റ്റ് പോൾ അൺലിച്ചിന്റെ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് ആണ്. സ്റ്റാൻഫോർഡ് ഇക്കോളജിസ്റ്റ് ആണ്. അത് ശ്രദ്ധിക്കണം കേട്ടോ. സ്റ്റാൻഫോർഡ് ഇക്കോളജിസ്റ്റ്, കഴിഞ്ഞ നീറ്റിന് ബ്രിട്ടൻ സയന്റിസ്റ്റ് എന്ന് ചോദിച്ച പോലെ സ്റ്റാൻഫോർഡ് ഇക്കോളജിസ്റ്റ് പോൾ അൺലിച്ചിന്റെ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ്. മൂപ്പർ എന്താ പറഞ്ഞേ? എയറോപ്ലെയിൻ ഒരു ഇക്കോസിസ്റ്റമാണ്. ആ എയറോപ്ലെയിൻ ഒരു ഇക്കോസിസ്റ്റം ആണെങ്കിൽ ആ എയറോപ്ലെയിനിന്റെ ഓരോ ഭാഗങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച റിവറ്റുകൾ എന്താണ്? ഓരോ സ്പീഷീസുകളാണ്. അപ്പോൾ ഒരു യാത്ര ചെയ്യുന്ന ഒരാൾ യാത്രക്കിടയിൽ ഓരോ റിവറ്റുകൾ ഊരി ഇങ്ങനെ ഒരു റിവറ്റ് ഊരി കൊണ്ടുപോയി അല്ലെങ്കിൽ വേറെ റിവറ്റ് ഒരു സിംഗിൾ റിവറ്റ് ഊരി കൊണ്ടുപോവുകയാണെങ്കിൽ എയറോപ്ലെയിൻ ഒന്നും പറ്റും. ഉദാഹരണത്തിന് അയാൾ യാത്ര ചെയ്യുന്ന അയാൾ ഇരിക്കുന്ന ചെയറിന്റെ റിവറ്റ് ഊരി കൊണ്ടുപോവുകയാണെങ്കിലും എയറോപ്ലെയിൻ ഒന്നും സംഭവിക്കില്ല, ഇക്കോസിസ്റ്റം ഒന്നും സംഭവിക്കില്ല. പകരം
കണ്ടിന്യൂസ് ആയിട്ട് റിവറ്റുകൾ പോയാൽ ഭാവിയിൽ എന്ത് ചെയ്യും? ഇക്കോസിസ്റ്റം തകരും. അഥവാ കണ്ടിന്യൂസ് ആയിട്ട് എയറോപ്ലെയിൻ്റെ സ്ക്രൂകൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എയറോപ്ലെയിൻ തകരും. പകരം മേജർ ആയിട്ടുള്ളൊരു ഇപ്പോൾ ചിറക് ഉൾപ്പെടെയുള്ള പോലെയുള്ള മേജറായ ഒരു ഏരിയയുടെ റിവറ്റ് പോയാലും ഇക്കോസിസ്റ്റം തകരും. ഇതാണ് റിവർ പോപ്പർ ഹൈപ്പോത്തസിസ് പറയുന്നത്. ഓക്കെ, ഇതിന് നമുക്ക് നിങ്ങൾക്ക് വേറെ പല രീതിയിലും കൺസെപ്റ്റ്സ് വേണമെങ്കിൽ ഉണ്ടാക്കാം. വളരെ സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയാം. ഉദാഹരണം നമ്മളെ സൈക്കിളിൻ്റെ ടയറിൻ്റെ വില്ലില്ലേ, ആ വില്ല് കണക്ട് ചെയ്യുന്ന സെൻട്രൽ റൗണ്ട് ഉണ്ടാവും. നോക്ക്, നിങ്ങൾ ഒരു ടയറിന് കുറേ വില്ലുകൾ ഉണ്ടാവും. ഇതിൽ ഓരോ വില്ലും നിങ്ങൾ ഒരു സ്പീഷീസ് കാണുകയാണെങ്കിൽ ഒരു ടയറിൻ്റെ ഒരു വില്ല് പോയി എന്ന് വിചാരിച്ചിട്ട് ഈ ടയറിന് ഒന്നും സംഭവിക്കില്ല. പകരം ഓരോ വില്ലാകുന്ന സ്പീഷീസ് കണ്ടിന്യൂസ് പോയാൽ ടയർ പോകും. അതേപോലെ തന്നെ എല്ലാ വില്ലുകളും കണക്ട് ചെയ്യുന്ന ഈ സെൻട്രൽ റിങ് പോയാലും ടയർ പോകും. അഥവാ സെൻട്രൽ ഈ റിങ്ങിനെ അപ്പോൾ നമ്മൾ എന്തായി കാണണം? മേജർ സ്പീഷീസ് ആയി കാണണം. ഇതാണ് അതുമായി റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുള്ള ആൻസർ നിങ്ങൾ വന്നിട്ടുണ്ടാവും. നോക്കൂ, നിങ്ങൾ ഇവിടെ ഡൈവേഴ്സിറ്റി കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ ആ കൺസെപ്റ്റ്സ് നേരത്തെ മാർക്ക് ചെയ്തു. നോക്കൂ നിങ്ങൾ, അടുത്ത ക്വസ്റ്റ്യൻ, ക്യാരക്ടർ ഓഫ് എ സ്റ്റേബിൾ കമ്മ്യൂണിറ്റി ഈസ് എ സ്റ്റേബിൾ കമ്മ്യൂണിറ്റി ഷുഡ് നോട്ട് ഷോ ടു മച്ച് വേരിയേഷൻ ഇയർ ടു ഇയർ. കാണിക്കൂല. പിന്നെ ഒരു കമ്മ്യൂണിറ്റി സ്റ്റേബിൾ ആവണമെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞു? ഞാൻ പറഞ്ഞു എലൈൽ സ്പീഷീസുകളിൽ നിന്ന്, ഒക്കേഷൻ ഡിസ്റ്റർബൻസ് നിന്നൊക്കെ രക്ഷപ്പെട്ട് സ്റ്റെബിലിറ്റി കൈവരിക്കണം. അതുകൊണ്ട് മസ്റ്റ് റെസിസ്റ്റ് ഒക്കേഷണൽ നാച്ചുറൽ മാൻമെയ്ഡ് ഡിസ്റ്റർബൻസ്, അതുപോലെ തന്നെ റെസിസ്റ്റന്റ് ഇൻവാൻഷൻ ബൈ എലൈൽ സ്പീഷീസ്. അപ്പോൾ ആക്ച്വലി എന്താണ് ആൻസർ? 4, ഓൾ ഓഫ് എബോ. ഇത് NCERT പാർട്ട് പറയുമ്പോൾ തന്നെ അത് എണ്ണി പറയുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ, മാച്ച് ദ കോളം 1 and 2 ആണ് റിവർ പോപ്പർ ഹൈപ്പോത്തസിസ്. ആരാണ്? സ്റ്റാൻഫോർഡ് ഇക്കോളജിസ്റ്റ് ആയ പോൾ എൻറിച്ചിൻ്റെതാണ് റിവർ പോപ്പർ ഹൈപ്പോത്തസിസ്. നോക്കൂ നിങ്ങൾ, ലോങ് ടേം ഇക്കോസിസ്റ്റം ആരാണ്? ഡേവിഡ് ടിൽമാൻ ആണ് ലോങ് ടേം ഇക്കോസിസ്റ്റം എടുത്തിട്ട് എന്ത് ചെയ്തത്? എ സ്റ്റേബിൾ കമ്മ്യൂണിറ്റി ഷുഡ് നോട്ട് ഷോ മച്ച് വേരിയേഷൻ ഫ്രം ഇയർ ടു ഇയർ എന്ന് പറഞ്ഞത് ദ സ്പീഷ്യസ് റിലേഷൻഷിപ്പ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ്. അപ്പോൾ ഇത് കറക്റ്റ് മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞത് കറക്റ്റ് ആയിട്ട് തന്നെയാണ് ആ ഓപ്ഷനകത്ത് കൊടുത്തിട്ടുള്ളത്. സോ ആൻസർ 2. ഓക്കെ, B2 ആണ് 3, B2 ആണ് C3 ആണ് വരുന്നത്. ഓക്കെ, B2 ആണ് C3 ആണ് വരുന്നത്. A1 B2 C3 അഥവാ 3, ആൻസർ 3 ആണ് വരുന്നത്. ഓക്കെ, കറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്തുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ നോക്കും നിങ്ങൾ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഹൗ മെനി സ്പീഷീസ് ആർ ഡോക്യുമെന്റഡ് ടു ബി എക്സിൻ ദ ലാസ്റ്റ് 5 years ഓഫ് IUCN റെഡ് ലിസ്റ്റ്? ആക്ച്വലി ഇത് പറഞ്ഞതിന് ശേഷം NCERT ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അഥവാ ട്രോപ്പിക്കൽ പസഫിക് ഐസ്ലാൻഡിൽ കൊളോണൈസേഷൻ്റെ ഭാഗമായി 2000-ഓളം നാറ്റീവ് ആയിട്ടുള്ള സ്പീഷീസ് ബേർഡ്സുകൾ എക്സ്റ്റെൻഡ് ചെയ്തെന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് 500 വർഷത്തിനുള്ളിൽ 784, ആൻസർ എത്തിയല്ലോ, 784 സ്പീഷീസുകൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് IUCN പറയുന്നുണ്ട്. അത് 784-ല് 359 ഇൻവെർട്ടിബ്രേറ്റ്സ് ആണ്, 338 വെർട്ടിബ്രേറ്റ്സ് ആണ്, ദെൻ 87-ഓളം പ്ലാന്റ്സ് ആണ് വരുന്നത്. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടതാണ് സ്റ്റെല്ലറുടെ സീക്കോ, അതുപോലെ ഡോഡോ, ആഫ്രിക്കക്കാരനായ കോഗ, ഓസ്ട്രേലിയക്കാരനായ തൈലാസിൻ. ഇതൊക്കെ ആ എക്സ്റ്റൻഷനിൽ വരുന്നതാണ്. ഇതാണ് ആഫ്രിക്കൻ കോഗ എന്ന് പറഞ്ഞാൽ ലൈക്ക് മോർ ഓവർ ദ സീബ്ര. ദെൻ നോക്കുന്നത്, ഇതാണ് സ്റ്റെല്ലറുടെ സീക്കോ എന്ന് പറയുന്ന ആള്. ദെൻ ഇതാണ് ഡോഡോ, നിങ്ങൾക്ക് അറിയാം. ദെൻ ഇതാണ് തൈലാസിൻ. നിങ്ങൾ പിന്നെ തൈലാസിൻ വോൾഫ്, നിങ്ങൾ ലെസ്മിൻ വോൾഫ്സ് നിങ്ങൾ ഇവിടെ പറയുന്ന അറിയുക, എവല്യൂഷനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതുമായി റിലേറ്റഡ് ചില കൺസെപ്റ്റ്സിലേക്ക് പോകുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നോക്കൂ നിങ്ങൾ, ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് ഇൻകറക്റ്റാ ചോദിച്ചില്ല. സ്റ്റെല്ലറുടെ സീക്കോ, ഡോഡോ മോർ കോഗ സൗത്ത് അമേരിക്ക അല്ലല്ലോ, എന്നാണ് ആഫ്രിക്കക്കാരനല്ലേ. അപ്പോൾ 3 ആണ് ഇൻകറക്റ്റ് ആയി കിടക്കുന്നത്. സോ നോക്കൂ നിങ്ങൾ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. അക്കോർഡിംഗ് ടു IUCN സം ഓഫ് ദി റീസെന്റ് എക്സ്റ്റൻഷൻ ഇൻക്ലൂഡ് ഡോഡോ, കോഗ, ഇന്ത്യൻ ഗസൽ, തൈലാസ്, സ്റ്റെല്ലറുടെ സീക്കോ, ബാലി. അഥവാ ടൈഗറിന്റെ സബ്സ്പീഷീസ് പറയുന്നുണ്ട്, അവിടെയാണ് ബാലി വരുന്നത്. ആക്ച്വലി നോക്കൂ നിങ്ങൾ, ഈ പിന്നെ ബാലി, ജാവാൻ, കാസ്പിൻ, ഇതാണ് അവിടെ പറഞ്ഞ ടൈഗറിന്റെ സ്പീഷീസ്. നമുക്കറിയാം ഇതിൽ പെടാത്ത ആളാണ് ഇന്ത്യൻ ഗസലാണ്. ആക്ച്വലി പിന്നെ മാൻ വിഭാഗത്തിൽ പെടുന്ന ആളാണ് ഇന്ത്യൻ ഗസൽ. ആക്ച്വലി ബാക്കിയെല്ലാം NCERT എന്ത് ചെയ്യാണ്? എക്സ്പ്ലെയിൻ ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി എന്നിട്ടും ബാക്കിയുള്ള എക്സ്പ്ലെയിൻ ചെയ്യുക. പ്രസന്റ്ലി ഹൗ മെനി സ്പീഷീസ് ആർ ഫേസിങ് ത്രെട്ടൻഡ് എക്സ്റ്റൻഷൻ? NCERT പറയുന്നുണ്ട് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി തന്നെ പറഞ്ഞാൽ 15,500-ഓളം സ്പീഷീസുകൾ എക്സ്റ്റൻഷനെ ഫേസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൗറീഷ്യക്കാരനായ ഡോഡോ, സ്റ്റെല്ലറുടെ സീക്കോ, പാസഞ്ചർ PG ആണ്, അതുപോലെ കോഗ
ഇൻ ആഫ്രിക്ക, തൈലാസ് ഇൻ ഓസ്ട്രേലിയ, ഇത് കൂടാതെ ട്രൈഗഡർ സബ്സ്പീഷീസ് ഓഫ് ബാലി, ജാവാൻ, കാസ്പിൻ, അത് കൂടാതെ ലാസ്റ്റ് 20 വർഷത്തിനുള്ള 27 സ്പീഷീസുകൾ വിറ്റ്നസ്ഡ് ആയി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അടുത്ത പാരഗ്രാഫിൽ കാണാം 15,500 സ്പീഷീസുകൾ എക്സ്റ്റിൻഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. അതിൽ 12% ബേർഡ്സ് ആണ്, 12ന്റെ ഇരട്ടി 24, ഒന്ന് കുറച്ച് 23% മാമൽസ് ആണ്, 23 തിരിച്ചിട്ട് 32% ആംഫിബിയൻസ് ആണ്, 31% ജിംനോസ്പേമുകളാണ്. ഓക്കെ, അതിനുശേഷം പറയുന്നുണ്ട് ലോകത്ത് ലാസ്റ്റ് 3 ബില്യൺ വർഷത്തിനുള്ളിൽ 5ഓളം മാസ് എക്സ്റ്റൻഷൻ നടന്നു. ഒരു മാസ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ നിലവിലെ സ്പീഷീസിന്റെ പകുതി ഇല്ലാതാകുന്നതാണ് ഒരു മാസ് എക്സ്റ്റൻഷൻ. അങ്ങനെ 5ഓളം മാസ് എക്സ്റ്റൻഷൻ നടന്നു. ഈ ഒരു സിമിലർ ട്രെൻഡ് പോവുകയാണെങ്കിൽ അടുത്ത 100 വർഷത്തിനുള്ളിൽ 6ാമത്തെ ഒരു മാസ് എക്സ്റ്റൻഷനിലേക്ക് വേൾഡ് പോകും. ഇഫ് ദ പ്രസന്റ് റേറ്റ് ഓഫ് എക്സ്റ്റൻഷൻ ഓഫ് സ്പീഷീസ് കണ്ടിന്യൂ, ദ ആൾമോസ്റ്റ് ഹാൾഫ് ഓഫ് ദ സ്പീഷീസ് ഓൺ എർത്ത് വിൽ ബി ലോസ്റ്റ് നെക്സ്റ്റ് 100 years. അതാണ് അവിടെ പറയുന്നത്. അതിനുശേഷം ബയോഡൈവേഴ്സിറ്റിയുടെ ലോസുമായിട്ട് ജനറൽ ലോസ് പറയുന്നുണ്ട്. അഥവാ സാധാരണ കാണാം ബയോഡൈവേഴ്സിറ്റി ഉണ്ടാകുന്ന ലോസിനുള്ള സാധാരണ കാരണങ്ങൾ. അതിലൊന്ന് ഡിക്ലൈൻ പ്ലാന്റ് പ്രൊഡക്ഷൻ ആണ്. 2 ലോ റെസിസ്റ്റീവ് പവർ ആണ്. എങ്ങനെയുള്ള റെസിസ്റ്റീവ് പവർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻവയോൺമെന്റിൽ വരുന്ന കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനം കാരണം ഉണ്ടാകുന്ന വരൾച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അതുപോലെ ഈ ലോ റെസിസ്റ്റീവ് പവർ ഇൻക്രീസ് വേരിയബിലിറ്റി ഇൻ സർട്ടൻ ഇക്കോസിസ്റ്റം പ്രോസസ്. ഇക്കോസിസ്റ്റത്തിലെ ചില പ്രോസസ്സുകളിൽ വേരിയേഷൻ വന്നു, വ്യതിയാനം, വാട്ടർ യൂസ്, വെള്ളത്തിന്റെ ഉപയോഗത്തിൽ വ്യതിയാനം വന്നു, പ്ലാന്റ്സ് പ്രൊഡക്ഷനിൽ വന്നു, ഡിക്ലൈൻ പ്ലാന്റ് പ്രൊഡക്ഷൻ, വാട്ടർ യൂസ്, പെസ്റ്റ് ആൻഡ് ഡിസീസ് സൈക്കിൾ, പുതിയ കീടാണുക്കൾ വരാൻ തുടങ്ങി, അത് കാരണം പുതിയ രോഗങ്ങൾ വരാൻ തുടങ്ങി. ഇത്തരം ഈ പറയുന്ന ഡിക്ലൈൻ പ്ലാന്റ് പ്രൊഡക്ഷനും ലോ റെസിസ്റ്റീവ് പവർ ഇത് എക്കണോമി ഈ ലോ റെസിസ്റ്റീവ് പറഞ്ഞ വരൾച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പ്രതിരോധിക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ ഇൻക്രീസ് വേരിയബിലിറ്റി സർട്ടൻ ഇക്കോസിസ്റ്റം പ്രോസസ്, പ്ലാന്റ് പ്രൊഡക്ഷൻ, വാട്ടർ യൂസ്, പെസ്റ്റ് ആൻഡ് ഡിസീസ് സൈക്കിൾ, ഇതാണ് ബയോഡൈവേഴ്സിറ്റിന്റെ ലോസിന്റെ ജനറൽ കോസസ് ആയി പറയുന്നത്. അതിനുശേഷം പറയുന്നത് എവിൽ കോട്ടർ ആണ്, മേജർ ലോസ് ആണ്. അതിൽ വരുന്ന ഒന്ന് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ആണ്. ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ എക്സാമ്പിൾ ആയിട്ട് വൺ ഓഫ് ദി എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ആണ്. ടോട്ടൽ എർത്തിന്റെ 14% അതിലുണ്ടായിരുന്ന ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഇന്ന് നോ മോർ 6% ആയിട്ടുണ്ട്. കാരണം അത് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്. കാരണം സോയാബീൻ കൾട്ടിവേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതുപോലെ തന്നെ കാറ്റിൽ ഗ്രാസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ആമസോൺ റെയിൻ ഫോറസ്റ്റ് എന്ത് ചെയ്തു, ലാർജ് എമൗണ്ട് ആമസോൺ റെയിൻ ഫോറസ്റ്റ് ലോസ് ആയി എന്നാ പറയുന്നത്. കാരണം മനുഷ്യന്റെ ചെറിയ ഇടപെടൽ പോലും ലാർജ് എമൗണ്ട് ഫോറസ്റ്റിനെ ഇല്ലാതാക്കുന്ന പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു ബയോഡൈവേഴ്സിറ്റിയുടെ മേജർ ലോസ് അഥവാ എവിൽ കോട്ടർ പ്രകാരമുള്ള മേജർ ലോസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നോക്കൂ നിങ്ങൾ, ദർ ആർ 4 മേജർ കോസ് ഓഫ് ആക്സിലറേറ്റ് ഓഫ് സ്പീഷീസ് എക്സ്റ്റിൻഷൻ വിച്ച് ആർ കളക്റ്റീവ്ലി കോൾഡ് ദ എവിൽ കോട്ടർ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡ്. ഇല്ലാത്തത് ഏതാണ്? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ അതിൽ പറയുന്നതാണ്, കോ എക്സ്റ്റിൻഷൻ പറയുന്നതാണ്, അലൈൽ സ്പീഷീസ് ഇൻവാൻഷൻ എന്ന് പറയുന്നതാണ്. ഇല്ലാത്ത എന്താണ്? പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തില്ല. അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ എവിൽ കോട്ടർ പ്രകാരം ഒന്ന് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, 2 ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, സ്റ്റെല്ലറുടെ സീക്കവും പാസഞ്ചർ പീച്ചനൊക്കെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ്റെ കാരണം ഇല്ലാണ്ടായതാണ്. പിന്നെ പറഞ്ഞ എലൈൽ സ്പീഷീസ് ഇൻവാൻഷനെ പറയുന്നത്, എലൈൽ സ്പീഷീസ് ഇൻവാൻഷനുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആഫ്രിക്കയിലെ ലേക്കോ വിക്ടോറിയയിൽ നൈൽ പർച്ചഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തോട് കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഏകദേശം 200ഓളത്തിൽ വരുന്ന സ്പീഷീസ് നാറ്റീവായുള്ള സിക്കിൾ ഫിഷസ് എന്ത് ചെയ്തു, ഇല്ലാണ്ടായി എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിൽ കളർ മത്സ്യങ്ങൾ പോലുള്ള സ്പീഷീസ് ആണ് അത് ഇല്ലാണ്ടായി. കാരണം ഈ നൈൽ പർച്ച് ഒരു പ്രാവശ്യം വായ തുറന്നാൽ തന്നെ ഒരുപാട് ചെറിയ മത്സ്യങ്ങളെ ഈ ഇത്തരത്തിലുള്ള ചെറിയ മത്സ്യത്തിനകത്ത് അതിൻ്റെ അകത്ത് കയറിപ്പോകും. അപ്പൊ ഇത് ഈ പറയുന്നത് എലൈൽ സ്പീഷീസ് ഇൻവാൻഷനുമായി റിലേറ്റ് ചെയ്തിട്ട് NCERT പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ അവിടെ ബൊട്ടാണിക്കൽ നെയിമുകൾ പറയുന്നുണ്ട്, കാരക്ടോസ്, പാർത്തേനിയം, വാട്ടർ ആൻഡ് ലാൻഡ പോലുള്ള സാധനങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡോജീനസ് ആയ കാറ്റ് ഫിഷ് വന്നോട് കൂടിയിട്ട് ആഫ്രിക്കൻ കാറ്റ് ഫിഷ് ക്ലാരിസ് ഗ്രാപ്പിനസ് വന്നോട് കൂടിയിട്ട് ഇൻഡോജീനസ് ആയ കാറ്റ് ഫിഷുകൾ എക്സ്റ്റൻഡ് സാധനം അവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് കോ എക്സ്റ്റിങ്ഷൻ ആണ്. അഥവാ ഒരു പാരസൈറ്റ് അയാളെ ഡിപ്പെൻഡ് പോകുന്ന സമയത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കാണുന്നത് സൈക്ലോസ്റ്റൊമാറ്റയാണ്. സൈക്ലോസ്റ്റൊമാറ്റ ഒരു എക്ടോ പാരസൈറ്റ് ആണെന്ന് അനിമൽ കണ്ടതിനകത്ത് പറയുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു ഫിഷ് നശിക്കുന്നതോട് കൂടിയിട്ട് സൈക്ലോസ്റ്റൊമാറ്റ ആകുന്ന ഡിപ്പെൻഡ് ചെയ്യുന്ന ആളും എക്സ്റ്റെൻഡ് ആവും എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്സ് ആണ് സിമ്പിളി നമുക്ക് കോ എക്സ്റ്റൻഷൻ എന്നുകൊണ്ട് പറയാൻ പറ്റുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നോക്കൂ നിങ്ങൾ, നമ്മൾ 1-2 ക്വസ്റ്റ്യൻസ് അവിടെ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മൾ കൺസെപ്റ്റ്സ് ഓൾറെഡി പറഞ്ഞതാണ്. ലാർജ് ഹാബിറ്റ്സ് ആർ ബ്രോക്കൺ ടു സ്മോൾ ഹാബിറ്റാറ്റ് ബൈ ദി ഹ്യൂമൻ ആക്ടിവിറ്റി. ദിസ് ഈസ്
എന്താണ് ഇങ്ങനെ ലാർജ് ഹാബിറ്റ് പോകുന്നത് എന്താണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കൊണ്ടാണോ? അല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫ്രാഗ്മെന്റേഷൻ ആണ്. ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷന്റെ ഭാഗമായിട്ടാണ് മനുഷ്യന്റെ ചെറിയ ഇടപെടൽ പോലും ലാർജ് എമൗണ്ട്. അതുകൊണ്ടാണ് നോ മോർ 6% ആമസോൺ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കൂ നിങ്ങൾ, റെയിൻ ഫോറസ്റ്റിന്റെ പാർട്ടാണ്. മനുഷ്യന്റെ ഇടപെടൽ മൂലം റെയിൻ ഫോറസ്റ്റിന്റെ റീജൻസ് ഇങ്ങനെ നശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. ഇൻട്രൊഡ്യൂസിങ് ഓഫ് നൈൽ പെർച്ച് ഇൻ ലാക്ക് ഓഫ് വിക്ടോറിയ സൗത്ത് ആഫ്രിക്ക റിസൾട്ട് ഇൻ excessive growth of water weeds, elimination or water weeds, elimination of many species of sickle fishes. Actually ആൻസർ എന്താണ്? 3 ആണ്. ദെൻ നോക്കൂ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ. ബയോഡൈവേഴ്സിറ്റി ഷുഡ് ബി കൺസർവ് ബിക്കോസ്. ബയോഡൈവേഴ്സിറ്റി എന്തിന് നമ്മൾ കൺസർവ് ചെയ്യണം എന്നുള്ളതാണ് ഇത് പറയുന്നത്. വൈ ഷുഡ് വി കൺസർവ് ബയോഡൈവേഴ്സിറ്റി? 3 കാര്യങ്ങളാണ് പറയുന്നത്. നാരോലി യൂട്ടിലിറ്റേറിയൻ, ബ്രോഡ്ലി യൂട്ടിലി, എത്തിക്കലി. നാരോലി എന്ന് പറഞ്ഞാൽ നേരിട്ട് സാമ്പത്തിക ലാഭം കിട്ടുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് നാരോലിയെ പറയാം. എന്നാൽ ബ്രോഡ്ലി എന്ന് പറഞ്ഞാൽ നേരിട്ട് സാമ്പത്തിക ലാഭം കിട്ടാത്തതും പക്ഷെ അതിൻ്റെ ഒരു പിന്നെ ലാഭം എത്രയാണ് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താത്തതുമാണ് ബ്രോഡ്ലി എന്ന് പറയുന്നത്. ഇപ്പം നാരോലി യൂട്ടിലിറ്റേറിയൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ സെറൈൽസ്, ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ടോട്ടൽ മാർക്കറ്റിൽ ഇറങ്ങുന്ന ഡ്രഗ്സിൻ്റെ മോർ ദാൻ 25% ഡ്രഗ്സ് മാർക്കറ്റിൽ ഇറങ്ങുന്ന എവിടെ നിന്നാണ്? പ്ലാന്റ്സ് നിന്നാണ്. വേൾഡിൽ ഏകദേശം 25,000-ഓളം സ്പീഷീസുകൾ ട്രഡീഷണൽ ആയിട്ടുള്ള ട്രഡീഷണൽ മരുന്നുകളുള്ള പ്ലാന്റ്സുകളുണ്ട്. അപ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് എക്കണോമിക്കൽ വാല്യൂ, സാമ്പത്തിക ലാഭം നമുക്ക് തരുന്നതാണ്. അതിനു വേണ്ടി നമ്മൾ എന്താണ് ഈ സാധനങ്ങളെ കൺസർവ് ചെയ്യാണ് നാരോലി യൂട്ടിലിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ. പെർഫ്യൂംസ് ഒക്കെ എന്തിൽ വരുന്നതാണ്? നാരോലി യൂട്ടിലിറ്റേറിയൻസ് വരുന്നതാണ്. ഫൈബേഴ്സ്, ഫ്രൂട്ട്സ്, ബസിൽസ്, പെർഫ്യൂംസ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, ടാനിസ്, ലൂബ്രിക്കൻ ഡൈസ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിൽ വരുന്നതാണ് നാരോലി യൂട്ടിലിറ്റേറിയന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ആമസോൺ റെയിൻ ഫോറസ്റ്റ് കൺസർവ് ചെയ്യുക, അതൊരു ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ. കാരണം ടോട്ടൽ എർത്തിന്റെ ലെൻസ് ഓഫ് ദി പ്ലാനറ്റ് ആണ് അല്ലേ. ആമസോൺ റെയിൻ ഫോറസ്റ്റിനെയാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് നോൺ ആസ് ദ ലെൻസ് ഓഫ് ദി പ്ലാനറ്റ്സ്? ആമസോൺ റെയിൻ ഫോറസ്റ്റിനെയാണ് നമ്മൾ ലെൻസ് ഓഫ് ദി പ്ലാനറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ലെൻസ് ഓഫ് ദി പ്ലാനറ്റ് ആകുന്ന ആമസോൺ റെയിൻ ഫോറസ്റ്റ് കൺസർവ് ചെയ്തതിന്റെ ഗുണം എന്താ? എല്ലാവർക്കും ഓക്സിജൻ വേണം. നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ, അതിൻ്റെ സാമ്പത്തിക ലാഭം ഡയറക്റ്റ് നമുക്ക് കിട്ടുന്നതല്ല, പക്ഷേങ്കിൽ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ. കാരണം ആമസോൺ റെയിൻ ഫോറസ്റ്റ് കൺസർവ് ചെയ്യുമ്പോൾ ഫോറസ്റ്റിൻ്റെ വിസ്തൃതി കൂടുന്നു, പുതിയ കിളികൾ വന്നിട്ട് കൂട് വെക്കുന്നു, അതിൻ്റെ ഭാഗമായി പോളിനേഷൻ ഉണ്ടാകുന്നു, പോളിനേഷൻ ഭാഗമായിട്ട് കാടിൻ്റെ വിസ്തൃതി വീണ്ടും കൂടുന്നു, കാടിൻ്റെ വിസ്തൃതി കൂടുന്നതനുസരിച്ച് മഴ ലഭിക്കുന്നു, മഴയ്ക്ക് ആനുപാതികമായിട്ട് സോളാർ എനർജി കിട്ടുന്നു. അപ്പോൾ എന്താണ്? വൈഡാണ്, ബ്രോഡാണ്. അതിൻ്റെ ആ ബ്രോഡ്ലിയുടെ ഒരു വാല്യൂ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പോലും കഴിയില്ല. നേരിട്ട് നമ്മുടെ കയ്യിലേക്ക് സാമ്പത്തിക ലാഭം തരുന്നതല്ല. ഇത്തരം കൺസെപ്റ്റ്സ് ആണ് ബ്രോഡ്ലി വരുന്നത്. ദെൻ എത്തിക്കലി എന്ന് പറയുന്നത് റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ സോഷ്യൽ വാല്യൂസിന്റെ പുറത്ത് നമ്മൾ കൺസർവ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എത്തിക്കൽ എന്നുള്ള കൺസെപ്റ്റ്സിൽ പറയുന്നത്. സോ ഇത് കഴിഞ്ഞാൽ ലാസ്റ്റ് ആണ് ഹൗ ഡു വി കൺസർവ് ബയോഡൈവേഴ്സിറ്റി. ഈ രണ്ട് കൺസെപ്റ്റ്സാണ് പറയുന്നത്. ഇൻസിഡ് കൺസർവേഷനും എക്സിഡ് കൺസർവേഷനും. വാട്ട് ഈസ് ഇൻസിഡ് കൺസർവേഷൻ? നോക്കൂ നിങ്ങൾ, ഒരു കാട്ടിൽ ഒരു റയർ ആയ ഒരു സ്പീഷീസ് ഉണ്ട് വിചാരിച്ചു, അത് ഫാമിലി ആയിട്ട് കഴിക്കുകയാണ്. അങ്ങനെ ഒരു റയർ ആയിട്ടൊരു സ്പീഷീസ് ഒരു ഏരിയയിലുണ്ടെങ്കിൽ ആ ഏരിയ ഹോട്ട്സ്പോട്ടാണ്. കാരണം അവിടെ ഒരു എൻഡിമിസം ഉണ്ട്. അത് ഒരു റയർ ആയ സ്പീഷീസ്, വേറെ എവിടെയും കാണാത്തൊരു സ്പീഷീസ് ഫാമിലി ആയിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അതൊരു ഹോട്ട്സ്പോട്ടാണ്. അല്ലെങ്കിൽ ആ സ്ഥലം ഒരു എൻഡിമിസ് ഉള്ളത് കൊണ്ട് ഒരു ഹോട്ട്സ്പോട്ടാണ്. അങ്ങനെ റയറായ സ്പീഷീസുകളുള്ള ഒരു കാട്ടിലുണ്ടെങ്കിൽ ആ സ്പീഷീസിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ആ സ്പീഷീസിനെ ആ കാട്ടിൽ തന്നെ വെച്ചിട്ട് ആ കാട് ടോട്ടലായിട്ട് കൺസർവ് ചെയ്യുന്നത് എന്താണ്? ഇൻസിറ്റു കൺസർവേഷനാണ്. എന്നാൽ ആ സ്പീഷീസിനെ കാട്ടിൽ നിന്ന് പുറത്ത് നമ്മൾ എന്താ പറയുക, സൂവിലോ വൈൽഡ് ലൈഫ് സഫാരി പാർക്കിലോ ഇനി പ്ലാന്റ് ആണെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡനിലോ നമ്മൾ കൊണ്ടുവന്നത് എന്താണ്? ഇപ്പോൾ കാട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. അതെന്താണ്? എക്സിറ്റ് കൺസർവേഷനാണ്. ഇൻസിറ്റ് കൺസർവേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എൻഡിമിസം ഉണ്ടാകുമ്പോഴാണ് ഹോട്ട്സ്പോട്ട് എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. നമ്മുടെ ലോകത്ത് 25ഓളം ഹോട്ട്സ്പോട്ടുകൾ ആദ്യം ഉണ്ടായിരുന്നു. അതിലേക്ക് 9 ആഡ് ചെയ്യുന്നു. ടോട്ടൽ 34ഓളം ഹോട്ട്സ്പോട്ടുകളുണ്ട്. നമ്മളെ ഇന്ത്യയുടെ ലാൻഡുമായിട്ട് ബോർഡർ ലൈനുമായിട്ട് ഇന്ത്യയുമായിട്ട് ലിങ്ക് ചെയ്തു പോകുന്ന ഹോട്ട്സ്പോട്ടുകളാണ് വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ശ്രീലങ്ക, ഇന്തോ ബർമ, ഹിമാലയ. ടോട്ടൽ എക്സ്റ്റൻഷൻ അഥവാ ആക്ച്വലി എക്സ്റ്റൻഷനെ വലിയൊരു രീതിയിലുള്ള റെഡ്യൂസ് ചെയ്യാൻ എന്തിനെ കൊണ്ട് കഴിയുന്നുണ്ട്? ഈ ഹോട്ട്സ്പോട്ടുകളെ കൊണ്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ നോക്കൂ, ഇൻസിറ്റ് കൺസർവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ പറയുന്ന നാഷണൽ പാർക്കുകൾ, അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്,
നമ്മുടെ രാജ്യത്ത് 90ഓളം നാഷണൽ പാർക്കുകളുണ്ട്, 448ഓളം വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് ഉണ്ട്. അതുപോലെ ബയോസ്ഫിയർ റിസർവേഴ്സ്, യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് മാപ്പ് ആണ് ബയോസ്ഫിയർ റിസർവേഴ്സ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. അതിലാണ് കോർ സോൺ, മാനിപ്പുലേഷൻ സോൺ, ബഫർ സോൺ ഒക്കെ വരുന്നത്. കോർ സോൺ എന്ന് പറഞ്ഞാൽ ബയോസ്ഫിയർ ഭൗമമണ്ഡലത്തെ എന്താണ് ഡിവൈഡ് ചെയ്യാണ്. അതിലൊന്ന് കോർ സോൺ ആണ്, നോ ഹ്യൂമൻ ആക്ടിവിറ്റി അലൗഡ് ആണ്. രണ്ടാമത്തെ ബഫർ സോൺ ആണ്, ലിമിറ്റഡ് ഹ്യൂമൻ ആക്ടിവിറ്റി അലൗഡ് ആണ്. മൂന്നാമത്തെ മാനിപ്പുലേഷൻ സോൺ ആണ്, നമ്മുടെ യഥേഷ്ടം നമ്മുടെ ബിൽഡിംഗ് വർക്കുകളും മറ്റ് ബിസിനസ് കാര്യങ്ങളെല്ലാം നമ്മൾ യഥേഷ്ടം വരിക്കുന്ന മാനിപ്പുലേഷൻ സോണിലാണ്. ഇത് യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ബയോസ്ഫിയർ റിസർവേഴ്സ് എന്നുള്ള കൺസെപ്റ്റ്സ് വന്നത്. 14ഓളം ബയോസ്ഫിയർ റിസർവേഴ്സ് നമ്മുടെ രാജ്യത്തുണ്ട്. ഓക്കെ, അപ്പൊ ഇൻസിറ്റ് കൺസർവേഷന്റെ ഭാഗമായിട്ടാണ് നാഷണൽ പാർക്കുകൾ 90ഓളം. ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് ആദ്യത്തെ നാഷണൽ പാർക്ക് ഇന്ത്യയിലെ. അപ്പോൾ നാഷണൽ പാർക്കുകൾ, വൈൽഡ് ലൈഫ് സാഞ്ചുറീസ്, ബയോസ്ഫിയർ റിസർവേഴ്സ്, സാക്കഗ്രോസുകൾ, ഇതൊക്കെ ഇൻസിറ്റ് കൺസർവേഷന്റെ ഭാഗമാണ്. ഇതിനകത്ത് ഇപ്പോൾ നാഷണൽ പാർക്കുകൾ, ബയോസ്ഫിയർ റിസർവേഴ്സ് പറയുമ്പോൾ അത് തമ്മിലൊരു വ്യത്യാസം എന്താ വെച്ചാൽ, സിംപ്ലി പറഞ്ഞാൽ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലാണ്. പ്ലാന്റ്സ് ആൻഡ് അനിമൽസിനെ കൺസർവ് ചെയ്യുന്ന റീജിയൻ ആണ് നാഷണൽ പാർക്കുകൾ. യാതൊരു വിധത്തിലും പ്രൈവറ്റ് ഓണർഷിപ്പും നാഷണൽ പാർക്കുകൾ കൊടുക്കാറില്ല. പക്ഷെ ബയോസ്ഫിയർ റിസർവേഴ്സിന് വൈൽഡ് ലൈഫ് സാഞ്ചുറീസിന്, നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്നുള്ള വ്യത്യാസം നോക്കുമ്പോൾ വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് അനിമൽസിനെയാണ് മെയിനായിട്ട് അവിടെ ഫോക്കസ് ചെയ്യപ്പെടുന്നത്. അവിടെ പ്രൈവറ്റ് ഓണർഷിപ്പും പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഏത് വൈൽഡ് ലൈഫ് സാഞ്ചുറീസിന്റെ കേസിൽ. ഓക്കെ, ദെൻ ഇൻസിറ്റ് കൺസർവേഷന്റെ ഭാഗമായിട്ട് നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവേഴ്സ്, വൈൽഡ് ലൈഫ് സാഞ്ചുറീസ്, അതുപോലെ തന്നെ സാക്ഗ്രോസുകൾ പറയാം. നമ്മൾ പ്രധാനപ്പെട്ട സാക്ഗ്രോസ് ആണ് കാശി ജൈൻഷ്യ ഇൻ മേഘാലയ. ആക്ച്വലി ഇതൊരു നാഷണൽ പാർക്ക് അപ്പിയറൻസ് ആണ്. നാഷണൽ പാർക്കിന്റെ അപ്പിയറൻസ് ആണ് കാണുന്നത്, സ്ക്രീനിൽ കാണുന്നത്. ദെൻ പ്രധാനപ്പെട്ടിട്ടുള്ള സാക്ഗ്രോസുകൾ കാശി ജൈൻഷ്യ ഇൻ മേഘാലയ, മേഘാലയയിലെ കാശി ജൈൻഷ്യ. ആരവല്ലി ഹിൽസ് ഇൻ രാജസ്ഥാൻ, സ്ക്രീനിലേക്ക് നോക്കുക, ആരവല്ലി ഹിൽസ് ഇൻ രാജസ്ഥാൻ. ദെൻ വെസ്റ്റേൺ ഗട്ട്സ് റീജിയൻ ഓഫ് കർണാടക, മഹാരാഷ്ട്ര ആൻഡ് സർഗുജ, അവിടെ ഒരു കോമയുണ്ട്, അത് ശ്രദ്ധിക്കണേ. ആൻഡ് സർഗുജ, ചന്ദ ബാസ്റ്റർ റീജിയൻ ഇൻ മധ്യപ്രദേശ്, ആൻഡ് ചന്ദ ബാസ്റ്റർ റീജിയൻ ഇൻ മധ്യപ്രദേശ്. ബാസ്റ്റർ റീജിയന്റെ ഒരു അപ്പിയറൻസ് ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അതിൽ കാശിയിലും ജൈൻഷ്യയിലും മേഘാലയയിൽ റെഫ്യൂജ് ത്രട്ടൻഡ് ആയ പ്ലാന്റ്സുകൾ കാണാൻ പറ്റുന്നുണ്ട് പറയുന്നുണ്ട്. നോക്ക്, നിങ്ങൾ ഇൻസിറ്റ് കൺസർവേഷൻ കഴിഞ്ഞ് എക്സിറ്റ് കൺസർവേഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡന്, സോളജിക്കൽ പാർക്കുകൾ, അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സഫാരി പാർക്ക്, ഇങ്ങനെ ടൂറിസത്തിന്റെ ഭാഗമായി എൻ്റർ ചെയ്യാൻ പറ്റുന്ന വൈൽഡ് ലൈഫ് സഫാരി പാർക്കുകൾ. വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് ഇൻസിറ്റ് ആണെങ്കിൽ വൈൽഡ് ലൈഫ് സഫാരി പാർക്ക് എക്സിറ്റ് ആണ്. ഇതൊക്കെ വരുന്നത് എക്സിറ്റ് കൺസർവേഷന്റെ ഭാഗമായിട്ടാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ, അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സഫാരി പാർക്ക്, സൂ, ഇതൊക്കെയാണ് എക്സിറ്റ് കൺസർവേഷന്റെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, സോ അങ്ങനെ നമുക്കൊരു അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സീഡ് ബാങ്ക് ആൻഡ് ക്രയോ പ്രിസർവേഷൻ ടെക്നിക്സ് ആർ റെസ്പെക്റ്റീവ്ലി. നമുക്കറിയാം ആ ഒരു പ്രോസസ്സ് എന്താണ്, ഈ എക്സിറ്റുവിന്റെ ഭാഗമായിട്ടാണെന്ന് അറിയാം അല്ലേ. ആക്ച്വലി ഈ ക്രയോ പ്രിസർവേഷനും അതുപോലെ സീഡ് ബാങ്ക് ഒക്കെ സ്വാഭാവികമായിട്ട് എക്സിറ്റ് ആൻഡ് എക്സിറ്റ് മോഡ് ഓഫ് കൺസർവേഷന്റെ ഭാഗമായിട്ടാണ്. ഇൻസിറ്റുവിലാണോ? അല്ല. ക്രയോ പ്രിസർവേഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിറ്റുവിന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങൾ. വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺവെൻഷൻ ഈസ് റിലേറ്റഡ് ടു കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഇതിനകത്ത് ബ്രസീലിലെ റിയോ ഡി ജനറോയിൽ 1992 വേൾഡ് എർത്ത് സബ്മിറ്റ് നടന്നു. അതിനുശേഷം 2002 സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിൽ വേൾഡ് സബ്മിറ്റ് നടന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിരുന്നു സബ്മിറ്റിന്റെ പ്രധാനമായിട്ടുള്ള ആശയം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ഷോർട്ട് ടൈമിനകത്ത് നമ്മൾ റാപ്പിഡായിട്ട് പോകുന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇതിനകത്ത് പിന്നെ ഞാനിത് പറയുന്നിടത്ത് ചില സ്ഥലങ്ങളിൽ സ്റ്റേറ്റ്മെന്റ് വരാൻ സാധ്യതയുള്ള ചില സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, അത് മാർക്ക് ചെയ്ത് പോവുക. വാല്യൂസും എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഓക്കെ, സോ എനിവേ, താങ്ക് യു.